This is 24. നമസ്കാരം, ഞാൻ ശ്രീകണ്ഠൻ നായർ. എൻകൗണ്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെ 457 ആളുകളാണ് സംസ്ഥാനത്തെ കോവിഡ് ബാധിതരായത്. അവരിൽ എത്ര പേർ വിദേശത്തു നിന്ന് വന്നു, എത്ര പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു, എത്ര പേർ സമ്പർക്കത്തിലൂടെ വന്നു എന്ന് നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ 255 പേർ വിദേശങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു. ചൈന എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നിങ്ങൾ കണ്ടല്ലോ. ചൈനയിൽ നിന്ന് വന്ന 3 പേർക്ക് കോവിഡ് പോസിറ്റീവായിരുന്നു. ചൈനയിൽ ഇന്നത്തെ കണക്ക് പ്രകാരം രോഗബാധിതർ 82-ഉം 816-ഉം മരണം 4000. ഈ ചൈനയിൽ ഇന്നത്തെ കണക്ക് പ്രകാരം 82,816 മരണം 4,632 ഈ ഫ്ലൈറ്റ് പോകട്ടെ ചൈന. ഇനി നമ്മൾ അടുത്ത ഇറ്റലിയിൽ സംഭവം എന്താണ്? ഇറ്റലിയിൽ നിന്ന് എത്തിയ 9 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ച് ഇറ്റലിയുടെ ഫ്ലൈറ്റ് വരികയാണ്. ഇറ്റലിയിൽ ഇന്ന് രോഗബാധിതർ 2 ലക്ഷത്തോളമായി. മരണം 25,000 കടന്നു. ഇറ്റലിയുടെ ഫ്ലൈറ്റ് പോകുന്നു. അടുത്ത ഓസ്ട്രേലിയയുടെ ഫ്ലൈറ്റാണ് വരുന്നത്. ഓസ്ട്രേലിയ എത്തിയ ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ രോഗബാധിതർ 6,695, മരണം 80. ഇനി നമ്മൾ ഫ്രാൻസിലേക്ക് പോകുന്നു. ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റ് വരികയായി. ഫ്രാൻസിൽ നിന്നെത്തിയ 3 പേർക്കും പിന്നീട് കോവിഡ് സ്ഥിരീകരിച്ചു. ഫ്രാൻസിലെ ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞു. ഫ്രാൻസിൽ നിന്ന് രോഗബാധിതർ 1.5 ലക്ഷം കടന്നു. മരണം 22,000 കടന്നിരിക്കുന്നു. ഇനി നമ്മൾ സ്പെയിനിലേക്കൊന്ന് പോകുന്നു. സ്പെയിനിൽ നിന്നും മൗറീഷ്യസിൽ നിന്നും ഓരോരുത്തർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ സ്പെയിനിലേക്ക് പോകുന്നു. സ്പെയിനിൽ രോഗബാധിതർ 2 ലക്ഷത്തിന് മുകളിലാണ്. സ്പെയിനിൽ മൗറീഷ്യസിൽ 331 പേർ രോഗബാധിതരാണ്. ഈ ഫ്ലൈറ്റ് പോകുന്നു. നമ്മളിനി മൗറീഷ്യസിൻ്റെ ഫ്ലൈറ്റാണ് ഇനി വരുന്നത്. മൗറീഷ്യസിൽ 331 പേർ രോഗബാധിതരാണിപ്പോൾ. എയർ മൗറീഷ്യസ് പോകുന്നു. ഇനി നമ്മൾ ബ്രിട്ടനിലേക്കാണ് പോകുന്നത്. ബ്രിട്ടനിൽ നിന്നെത്തിയ സംഘത്തിലെ 5 പേർക്ക് കേരളത്തിലെ പരിശോധനയിൽ കോവിഡ് കണ്ടെത്തി. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞു. ബ്രിട്ടനിൽ നിന്ന് രോഗബാധിതർ 1.5 ലക്ഷമാണ്. മരണം 19,506. ബ്രിട്ടീഷ് എയർവേസ് പോവുകയാണ്. ഇനി നമ്മൾ UAE-യിൽ നിന്നെത്തിയ 221 പേർ കോവിഡിൽ കേരളത്തിൽ പോസിറ്റീവായി. അവരിലേറെയും രോഗമുക്തരായി ഇന്ന് വീടുകളിലുണ്ട്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. UAE-യിൽ രോഗബാധിതർ 9,281, മരണം 64. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞു. ഇനി ഖത്തറാണ്. ഖത്തറിൽ നിന്നെത്തിയ 4 പേർക്കും സൗദി അറേബ്യയിൽ നിന്നെത്തിയ 5 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പരിശോധിക്കാം. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്ന 8 പേരിലും കോവിഡ് സ്ഥിരീകരിച്ചു. ആ ഫ്ലൈറ്റും പോയി കഴിഞ്ഞു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തെത്തിയ 30ഓളം പേർക്ക് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കം വഴി 140ഓളം പേർക്കും രോഗമുണ്ടായി. ഇതുവരെ 457 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായത്. ഇതിൽ 338 ആളുകൾ രോഗമുക്തി നേടിയെന്നത് ഏറെ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. രോഗമുക്തി നിരക്കിൽ നമ്മൾ അഭിമാനിക്കാവുന്ന മാതൃകയാവുന്നു. എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഒപ്പം നിൽക്കുന്ന മറ്റെല്ലാ പോരാളികൾക്കും നമ്മൾ ആദരം സമർപ്പിക്കുന്നു. ഒപ്പം ഒരു സന്തോഷം കൂടി എത്തുന്നു. പ്രവാസികൾക്ക് നാട്ടിലെത്താൻ കേന്ദ്രം ഇടപെടുന്നതായി വാർത്തകൾ വരുന്നു. അവരും ഇങ്ങനെ ആശ്വാസ തീരം അണയട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ എൻകൗണ്ടർ ആരംഭിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാണ് സംസ്ഥാനം. ഇന്ന് 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 7 പേർ രോഗമുക്തരാവുകയും ചെയ്തു. കൊല്ലത്തും കോട്ടയത്തും വീണ്ടും രോഗപ്പടർച്ച ഉണ്ടാകുന്നതിൻ്റെ ആശങ്കയും ചില്ലറയല്ല. ഇതിനിടയിൽ സംസ്ഥാനത്ത് ഖജനാവ് കാലിയാകുന്നതിൻ്റെ അസ്വസ്ഥയും സംസ്ഥാന സർക്കാരിനുണ്ട്. ജീവനക്കാരുടെ 6 ദിവസത്തെ ശമ്പളം 5 ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള ഉത്തരവ് കത്തിച്ച് പ്രതിപക്ഷ അധ്യാപക സംഘടനയുടെ നിലപാടിനെ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രി ഇന്ന് വിമർശിച്ചു. ധനമന്ത്രിയും അതേ വിമർശനം ഉയർത്തുകയും ചെയ്തു. പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സഹായം കൂടിയേ തീരുവെന്ന് സംസ്ഥാനം ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ എൻകൗണ്ടർ പരിശോധിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക സാഹചര്യം എന്താണ്? എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ അതിഥികളായി എത്തുന്നു സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ N അജിത് കുമാർ, CMB നേതാവ് ശ്രീ CPI ജോൺ, BJP പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ പ്രവീൺ സാകല്യ എന്നിവർ. ആദ്യം ഞാൻ സംസ്ഥാന ധനമന്ത്രിയിലേക്ക് പോകുന്നു. ശ്രീ TM തോമസ് ഐസക്, സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ട് പ്രതിപക്ഷ അധ്യാപക സംഘടനയുടെ പ്രതിഷേധം കണ്ടു. താങ്കൾ അതിനെ കർക്കശമായി അപലപിക്കുകയും ചെയ്തു, വിമർശിക്കുകയും ചെയ്തു. താങ്കൾ ആ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എന്തിന് സംശയം? ഈ കോവിഡ് പകർച്ചവ്യാധി തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ അശ്ലീലമാണ് കണ്ടത്. നാട്ടിൽ എത്ര വലിയ ബുദ്ധിമുട്ടാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും. സാമാന്യം നല്ല ശമ്പളം കിട്ടുന്ന അധ്യാപകർ, അതിലെനിക്ക് വിരോധമൊന്നുമില്ല. അവരുടെ ആകെ ആവശ്യപ്പെട്ടത് 6 ദിവസത്തെ ശമ്പളം പിന്നെ തരാമെന്ന് പറഞ്ഞതാണ്. വേറൊന്നും കൊണ്ടല്ല, ഒരു ദിവസത്തെ കൂലി പോലും കിട്ടാത്ത 80% പേർക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് നീരസവും ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ സ്വാഭാവികം ഒന്ന് മനസ്സിലാക്കാം. അല്ല, ഞാൻ ധനമന്ത്രിയോട് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. സംഘടിതമായിട്ട് അതായത് ഈ ഒരു ശമ്പളം ഡെഫർ ചെയ്തിരിക്കുകയാണോ, അതോ ഒരു മാസം ശമ്പളം 5 മാസമായിട്ട് പിടിച്ച് നിങ്ങൾ ഖജനാവിലേക്ക് കൂട്ടുകയാണോ ചെയ്യുന്നത്? അതായത് ഈ ശമ്പളം തിരിച്ചു കൊടുക്കും, അത് പിന്നീട് ആലോചിക്കുമെന്നാണ് ധനമന്ത്രി ഇതുവരെ പറയുന്നത്. അപ്പോൾ അത് അവർക്ക് പ്രതീക്ഷിക്കാമോ തിരിച്ചു കിട്ടുമെന്ന്? ഒരു സംശയം വേണ്ട. ശമ്പളം പിടിച്ചെടുത്തതല്ല, ശമ്പളം ഡെഫർ ചെയ്തിരിക്കുന്നതാണ്. കാരണം ശമ്പളം കൊടുക്കാൻ സർക്കാരിന് പണമില്ലെന്ന്. 250 കോടി രൂപയാണ് ഈ മാസത്തെ വരുമാനം, തനത് വരുമാനം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കൂട്ടിക്കഴിഞ്ഞാൽ 2000 കോടി രൂപ വരും. 2500 കോടി രൂപ ശമ്പളത്തിന് മാത്രം വരുമെന്ന്. നാട്ടിൽ ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കടമൊക്കെ എടുത്തു, 6000 കോടി കടമെടുത്തു. ഇനിയിപ്പോൾ ഈ മാസം എടുക്കരുത്, മാർക്കറ്റിലൊന്ന് സെറ്റ് ചെയ്തോട്ടെ എന്ന് റിസർവ് ബാങ്ക്. അതുകൊണ്ട് ഈ മാസം ശമ്പളം ഇനി 6 ദിവസം മാറ്റിവെച്ചാലും യഥാർത്ഥത്തിൽ നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് പരിധിയുടെ തെല്ലത്ത് വന്ന് നിൽക്കുന്ന എൻ്റെ കണക്ക് ശമ്പള ദിവസം കഴിയുമ്പോൾ. കാരണം ഈ 6 ദിവസം കൂടി നമ്മളിപ്പോൾ കൊടുക്കാൻ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് പരിധിയും കിടക്കും. നമ്മുടെ ട്രഷറി റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. കേരളത്തിലെ മാത്രം സ്ഥിതിയല്ല. ഞാനിന്ന് പഞ്ചാബ് മന്ത്രിയോട് സംസാരിച്ചു. അവിടത്തെയൊക്കെ സ്ഥിതി ഇത് തന്നെ. എല്ലാ സംസ്ഥാനങ്ങൾക്കും നേരിടുന്ന പ്രശ്നം ഒരു പരിമാനവും ഇല്ലെന്നുള്ളത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഒരു സഹകരണം. പക്ഷേ ഈ സഹകരണം ചോദിച്ച് കൈനീട്ടുമ്പോഴേ കൈ തട്ടിക്കളയുക മാത്രമല്ല. ഞാൻ ധനമന്ത്രി, ഞാൻ ഈ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഈ അധ്യാപക പ്രതിപക്ഷം ഭരണപക്ഷം ഒന്നുമില്ലല്ലോ, അധ്യാപക സംഘടനകൾ അവർക്ക് ശമ്പളം കിട്ടണം എന്നാവശ്യപ്പെടും തീർച്ചയായിട്ടും ഒരു ഓർഗനൈസ്ഡ് ഫോഴ്സ് എന്നുള്ള നിലയിൽ. അപ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കാൻ സംസ്ഥാന ധനകാര്യ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് എന്ന് വെച്ചാൽ ഒരു ചർച്ചയൊക്കെ നടത്തി അവരുടെ കൂടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് ഈ ശമ്പളം 5 മാസമായിട്ട് 1 മാസം ശമ്പളം പിടിക്കുക എന്നുള്ള രീതിയാണോ മന്ത്രി അവലംബിച്ചത്, അതോ മന്ത്രി തോന്നിയതുപോലെ അങ്ങ് ശമ്പളം കട്ട് ചെയ്യുകയായിരുന്നു? തോന്നിയ പോലെ അല്ലല്ലോ. സാലറി ചലഞ്ച് സംബന്ധിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കുന്നതിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല, അതിനെ എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റും, കഴിഞ്ഞ പ്രളയകാലത്ത് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഏർപ്പാടെല്ലാം ചെയ്യാൻ പോയതാണ്. അപ്പോൾ സർക്കാർ അപ്പോൾ അങ്ങ് ഉപേക്ഷിച്ചു. പ്രഖ്യാപിച്ച പരിപാടിയാണെങ്കിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് ചെയ്തതെന്താ? 6 ദിവസത്തെ ശമ്പളം ഒന്ന് മാറ്റിവെക്കാം. ഇത്ര മനസ്സില്ലാത്തവരായിപ്പോയല്ലോ, ഹൃദയമില്ലാത്തവരായിപ്പോയല്ലോ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരായിപ്പോയല്ലോ. പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഒരു വികാരമെങ്കിലും നാട്ടിലെ പ്രശ്നത്തെ കാണിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമായിട്ട് ഒരു പറ്റം അധ്യാപകർ അധപ്പതിച്ചു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇവരെന്ത് മാതൃകയാണ് ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കാണിച്ചു കൊടുക്കുന്നത്? ഇതിന് നേതൃത്വം നൽകുന്ന ചില സംഘടനാ ഭാരവാഹികൾ, അവരുടെയൊക്കെ സംഘടന ഈ കേരളത്തേക്ക് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിന് തെളിവായിട്ടാണ് ഞാനിത് കാണുന്നത്.
അല്ല, ഈ ഡോക്ടർ തോമസ് ഐസക്, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇങ്ങനെ പരസ്യമായി സർക്കാരിൻ്റെ ഉത്തരവ് കത്തിക്കുകയും അത് നെറ്റ് വഴി അതിൻ്റെ വീഡിയോ ഫേസ്ബുക്ക് വഴി മറ്റുള്ള സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ക്രിമിനൽ ചട്ടത്തിൻ്റെ ലംഘനം തന്നെയാണല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇത് ഒറ്റതിരിഞ്ഞ് തന്നെ, ഇത് എല്ലാ അധ്യാപകരും അങ്ങനെ അല്ലല്ലോ, കുറച്ച് അധ്യാപകർ ഇങ്ങനെ ഉള്ള ഈ ഉത്തരവുകൾ ലംഘിക്കാൻ വേണ്ടി ഉത്തരവുകൾ പരസ്യമായി കത്തിച്ച് കളയുക, മറ്റുള്ളവർക്ക് ഒരു വളരെ മോശമായൊരു സന്ദേശം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ അത് കൈയും കെട്ടി നോക്കിയിരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൈയും കെട്ടി നോക്കിയിരുന്നില്ലല്ലോ. നമ്മുടെ അഭിപ്രായം വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഇവർക്ക് വേറെ വലിയ ശിക്ഷയൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെക്കുറിച്ച് ഈ കേരളത്തിലുണ്ടായിട്ടുള്ള അപമതിപ്പ്, ഇവരുടെ ഫോട്ടോ എല്ലാം പത്രത്തിൽ കണ്ടല്ലോ, എന്തെങ്കിലും വഴി വെച്ചെല്ലാം കാണുമല്ലോ ജനങ്ങൾ. അവർക്കൊക്കെ എന്താണ് തോന്നുന്നതെന്നുള്ള ഫേസ്ബുക്കിലൊക്കെ കൃത്യമായിട്ട് എഴുതി അവരിടുന്നുണ്ട്. അതിൽ ലജ്ജ തോന്നാത്തൊരു സെറ്റ് ഇനിയും എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ലജ്ജ, നാണം. നമ്മൾ ചെയ്തത് ഈ നാടിനോടുള്ള ഒരു അപരാധമാണ്, ഇങ്ങനെയൊന്നും ഒരു അധ്യാപനം പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു തോന്നലില്ലാത്ത ഒരു നേതൃത്വം. അതാണ് ഇന്നിപ്പോൾ ടി വിയിൽ വന്ന് അവിടെ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ ശിക്ഷ. ജനങ്ങൾ അവരെ ശിക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ അവരെങ്ങനെ അവർ നോക്കുന്നു എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും വളരെ വ്യക്തമാണ്. അത് തന്നെ ഏറ്റവും വലിയ ശിക്ഷ. ഞാൻ താങ്കളിൽ നിന്നെങ്കിലും പഠിക്കട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സി പി ജോൺ, എനിക്ക് തോന്നുന്നു ഈ സാലറി ചലഞ്ചിനെയും ഈ ശമ്പളം ഡെഫർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ആദ്യം മുതലേ തന്നെ സി പി എതിർത്തിട്ടുണ്ട്. അപ്പോൾ ശ്രീ സി പി ജോൺ, താങ്കളുടെ ഒരു നിലപാടിൽ ഇന്നിപ്പം യഥാർത്ഥത്തിൽ ഈ അധ്യാപകർ അവർ പലതിൻ്റെ ഒരു മാതൃകയായിട്ടാണല്ലോ നിൽക്കുന്നത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ സോഷ്യലൈസേഷൻ എന്നുള്ള പ്രോസസ്സിൽ അധ്യാപകർ എന്നൊരു വലിയൊരു സംഘമാണല്ലോ, അവരിലെ കണ്ടല്ലേ ആൾക്കാർ പഠിക്കുക. അപ്പോൾ ഈ സാമൂഹ്യവൽക്കരണ പാതയിൽ നിന്നൊക്കെ അവർ മാറി ഇങ്ങനെയൊക്കെയുള്ള ഉത്തരവുകൾ ലംഘിക്കാൻ വേണ്ടി പരസ്യമായി ഇത് കത്തിച്ചു കളയുക എന്നൊക്കെ പറയുന്ന ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിൽ ശ്രീ സി പി ജോണിൻ്റെ നിലപാടെന്താണ്? എനിക്ക് നമ്മൾ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ സാരോപദേശങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. SSLC പരീക്ഷയുടെ തൊട്ട് മുമ്പ് 32 ദിവസം സമരം നടത്തിയ സംഘടനയുടെ ആളുകളാണ് ഇപ്പോൾ പറയുന്നത്. എൻ്റെ കുട്ടിയെന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ഗവൺമെൻറ് സ്കൂളിൽ കോട്ടൺ ഹില്ല്. അത് മോഡൽ എക്സാം പോലും നടത്തിയില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. സമരങ്ങളൊക്കെ ഇപ്പോൾ ഭരണത്തിൽ വന്നപ്പോൾ പലർക്കും അലോരസമായി. അന്ന് എല്ലാ സംഘടനയും കൂടെ ഒരുമിച്ചാണ് സമരം ചെയ്തത്. ഇപ്പോൾ ഭരണകക്ഷി സംഘടനകൾക്ക് ഭരണത്തെ പിന്താങ്ങണം, ജനങ്ങളെ എല്ലാവരുടെ യൂണിയനല്ല പിന്താങ്ങുന്നത്. അതുകൊണ്ട് സമരങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. ഇപ്പോൾ എത്ര പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ സമരം നടക്കുന്നുണ്ട്. ഞാൻ സ്ഥാപനത്തിൻ്റെ പേരും അറിയുന്നില്ല. ആ പ്രൈവറ്റ് സ്ഥാപനത്തിൽ സമരം നടക്കുമ്പോൾ ഞങ്ങളാരും പോയിട്ട് സമരം ചെയ്യുന്ന തൊഴിലാളികളെ അടിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനില്ല. പ്രശ്നം സെറ്റിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അനിശ്ചിതകാല സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നത്, ഈ കോവിഡ് വന്നത്. ഞങ്ങളെപ്പോഴും എടുക്കുന്ന സമീപനം ട്രേഡ് യൂണിയൻ സമരങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം, അല്ലാതെ അവരെ അപമാനിക്കുക, അവരെ ശിക്ഷിക്കുക, അവരെ ദൈവം അവരോട് പൊറുക്കില്ല എന്ന് പറഞ്ഞില്ല. എന്നാലും ആ ഒരു ഭാഷയിൽ അവർ ഫേസ്ബുക്ക് ഏതെങ്കിലും അവരോട് പൊറുക്കില്ല എന്നൊക്കെ പറയുന്നൊരു ഭാഷയിലുള്ള ഇടതുപക്ഷ നേതാക്കന്മാരുടെയും യൂണിയൻകാരുടെയും സംഭാഷണങ്ങൾ ഞാൻ സരസമായിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്താണ് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാറ്റിനും എതിർത്തിട്ടില്ല. എന്താണ് ധനമന്ത്രി തോമസ് ഐസക് ഇവിടെ പറഞ്ഞത്? അദ്ദേഹം എനിക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എൻ്റെ പേര് വെച്ചിട്ടാണ് ഇട്ടത്. വളരെ സൗമ്യമായിട്ടും മാന്യമായിട്ടാണ് ഇട്ടത്. ഞാനതുപോലെ മറുപടിയും അദ്ദേഹത്തിന് പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ സാലറി കട്ടിൻ്റെ കൂടെയാണോ അതോ ചാലഞ്ചിൻ്റെ കൂടെയാണോ? അപ്പോൾ ചാലഞ്ചാണ് സാലറി കട്ടിനേക്കാളും നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ മറുപടിയായിട്ട് പറഞ്ഞു, ഞാൻ സാലറി കട്ടിൻ്റെ കൂടെയല്ല, ചാലഞ്ചിൻ്റെ കൂടെയല്ല, ഡെഫർമെൻറ്റിൻ്റെ കൂടെയാണ്. ഡെഫർമെൻറ്റ് എന്ന് പറയുന്നത് കൃത്യമായ ഇത്ര മാസത്തേക്ക് ശമ്പളം മാറ്റി വയ്ക്കുക. അതാണിപ്പോൾ 50% ഗവൺമെൻറ് ചെയ്തത്. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. സാലറി ചാലഞ്ചിനേക്കാളും അതല്ലെങ്കിൽ പേയ്മെൻറ്റ് കട്ടിനേക്കാളും സാലറി കട്ടിനേക്കാളും നല്ലതാണ് ഡെഫർമെൻറ്റ്. പക്ഷേ ഡെഫർമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് എന്നെങ്കിലുമല്ല, എപ്പോഴെങ്കിലുമല്ല, ഏതെങ്കിലും ഒരു നിശ്ചിത സമയം പറയാം. പെൻഷനാവുന്ന സമയത്ത് വാങ്ങിക്കുന്നവർക്ക് പെൻഷനാവുന്ന സമയത്ത് വാങ്ങിക്കാം എന്ന ധാരണയിലെത്താം. ഇതിനെല്ലാം വേണ്ടി സർക്കാർ സംഘടനാ ജീവനക്കാർ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ പരിണിതപ്രജ്ഞനായ ആളുകളാണ്. ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്നവരോടൊക്കെ കടപിടിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് എല്ലാ യൂണിയൻ്റെ ആളുകൾ.
അതുകൊണ്ട് അവർക്ക് പല ഓപ്ഷൻസ് കൊടുക്കാം. ഞാൻ ഓപ്ഷൻസ് പറഞ്ഞല്ലോ. ചിലർക്ക് പെൻഷൻ്റെ സമയത്ത് മതിയായിരിക്കും, അപ്പോൾ പെൻഷൻ കൊടുത്താൽ മതി. ചിലർക്ക് PF ലയിപ്പിച്ചാൽ മതി. ചിലർക്ക് പിന്നെ തന്നാൽ മതി. ചെറിയൊരു പലിശ ഞങ്ങൾക്ക് തന്നാൽ മതി. ഗവൺമെൻറ് ലോൺ പുറത്തെടുക്കണ്ടല്ലോ. ഇങ്ങനെ നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻ അതിനകത്ത് ധനമന്ത്രി ഇപ്പൊ വ്യക്തമായി പറഞ്ഞല്ലോ, അവർക്ക് കൃത്യമായി ഇതൊരു ഡെവലപ്മെന്റ് തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവർക്ക് കൃത്യമായി പൈസ തിരിച്ചു കിട്ടും. ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടല്ലേ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്? ഇല്ല, പറഞ്ഞില്ല. ഓർഡറിലില്ല. ഓർഡറിൽ എന്താണ്? ഓർഡറിൽ പിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡെഫർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ന് തിരിച്ചു കൊടുക്കുന്നു കൂടെ പറയുമ്പോഴാണല്ലോ ഡെഫർമെൻ്റ് ആവുന്നത്. ചെറിയ തർക്കമേ ഉള്ളൂ, ആ തർക്കം കൂടെ പരിഹരിക്കണം. അപ്പോൾ എന്തായാലും അദ്ദേഹം ചാലഞ്ചിൽ നിന്ന് പുറകോട്ട് വന്നു, പേ കട്ടിൽ നിന്ന് പുറകോട്ട് വന്നു. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടിയോ ഗവൺമെൻറ്റിനെ എതിർക്കാൻ വേണ്ടിയോ നിൽക്കുകയല്ല. ഗവൺമെൻറ്റിന് പണം വേണമെങ്കിൽ അത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ട്രേഡ് യൂണിയൻ ട്രൈപാർട്ടേറ്റ് ആവശ്യമില്ല, ബൈപാർട്ടേറ്റ് അഗ്രിമെൻറ്റിൽ കൂടെ ഈ ജീവനക്കാരുമായിട്ടുള്ള സംഘടനകളും ജീവനക്കാരുടെ അധ്യാപകരുടെയും സംഘടനയായിട്ട് ചർച്ച ചെയ്യണം. പിന്നെ അവരിപ്പോൾ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സ്ത്രീ ജീവനക്കാരുടെ തലയിൽ കൂടെ കരിഞ്ഞ ഓയിലൊടിച്ച ആൾക്കാരുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടത്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴേക്കും ഇപ്പോഴത്തെ CPM നേതാക്കന്മാർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള അതല്ല, ആരെങ്കിലും ഒരു സംഘം കാണിച്ച അക്രമ പ്രവർത്തനത്തിന് ഇങ്ങനെ ഇത് പരസ്യമായി സർക്കാർ ഓർഡർ കത്തിച്ചതിനെ താങ്കൾ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ? സമരത്തിൽ പല പണിയും ചെയ്യും. അതാണല്ലോ ഇപ്പോൾ എന്നെ ഇവിടെ നമ്മുടെ കരീം പറഞ്ഞത്. സമരം നടക്കുമ്പോൾ പല സംഭവങ്ങളും ഉണ്ടാവും. ഒരു സ്ത്രീയെ വലിച്ചഴിച്ചു കൊണ്ടുപോയില്ലേ CITU ഒരു സ്ഥാപനത്തിൽ നിന്ന്? ഞാൻ എതിർക്കാൻ പോയില്ല, അവർ സെറ്റിൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ ആ സമരത്തിൽ വളരെ അദൃശ്യമായ തരത്തിൽ തന്നെ നെഗോസിയേഷന് ശ്രമിച്ച ഒരാളാണ്. അതുകൊണ്ട് സമരസംഘടനാ പ്രവർത്തനങ്ങളിൽ പലതരം പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ ഊതിപ്പരിപ്പിച്ച് ഇവരുടെ തലയിലൊക്കെ ഇടുത്തി വീഴുന്ന് പറയുന്നതാണോ ഇടതുപക്ഷ നയം? അതുകൊണ്ട് പ്രശ്നം സെറ്റിൽ ചെയ്യണം. പ്രശ്നം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കണം പല സ്റ്റേറ്റുകളിൽ. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇവിടെ തൊട്ടടുപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ അവിടെ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുന്നു എന്നാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ ആർക്ക്? ഡോക്ടർമാർക്കും നഴ്സുമാർക്കും. ഇത് ആരുടെയൊക്കെ ശമ്പളം പിടിച്ചിട്ടുള്ളത്? ആശുപത്രിയിൽ അടിച്ചു തുടയ്ക്കുന്ന പാവപ്പെട്ട തൊഴിലാളി മുതൽ നഴ്സുമാർ, ഏറ്റവും വലിയ റിസ്ക് എടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, പോലീസുകാർ. ആ പോലീസുകാരൊക്കെ എന്തെല്ലാം റിസ്ക് എടുത്താണ് ജോലി ചെയ്യുന്നത്. ഡോക്ടർമാർ. അപ്പോൾ ഡോക്ടറുടെയും നഴ്സിൻ്റെയും അവിടുത്തെ ഹോസ്പിറ്റലിലെ ക്ലാസ് 4 ജീവനക്കാരൻ്റെയും പോലീസുകാരുടെയെങ്കിലും ശമ്പളം കൊടുക്കണം. റിവാർഡ് കൊടുക്കണ്ട. റിവാർഡ് കൊടുക്കുകയാണ് വേണ്ടത്. ഗോവയിൽ റിവാർഡ് കൊടുത്തു, തമിഴ്നാട്ടിൽ റിവാർഡ് കൊടുത്തു, മറ്റു പല സ്റ്റേറ്റുകളിൽ എൻ്റെ കണക്കെന്ന് പത്രങ്ങളിൽ വന്ന കണക്കുണ്ട്. പഞ്ചാബിൽ IAS മാത്രം, പഞ്ചാബ് അദ്ദേഹം പറഞ്ഞല്ലോ, പഞ്ചാബിൽ IAS മാത്രം ആ ശമ്പളം കട്ട് ചെയ്തു. കർണാടകത്തിൽ ആരുടെയും അധികമായിട്ട് കട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പലതരത്തിലും പലരും പല രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. രാജസ്ഥാനിൽ നേഴ്സ്, പോലീസ്, പാരാമെഡിക്കൽ വിഭാഗം ഒഴികെയുള്ളവർക്ക് 30% കട്ട് ചെയ്തു. അതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും, തൂപ്പുകാർ മുതൽ ക്ലാസ് 4 ജീവനക്കാർ മുതൽ മുഴുവൻ ആളുകളുടെയും ഒരു നെഗോസിയേഷൻ സെറ്റിൽമെൻറ്റിലും ഇല്ലാതെ ശമ്പളം കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ശമ്പളക്കട്ട് പ്രൈവറ്റ് ഏജൻസികൾ കട്ട് ചെയ്യും എന്നാണ് അതിൻ്റെ ധനപരമായ പ്രശ്നമാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇക്കണോമിക് ഇഷ്യൂ എന്താണ്? ഈ പണം മാർക്കറ്റിൽ പോയിട്ട് വേണം മാർക്കറ്റ് ചലിക്കാൻ. 2400 കോടി ചെറിയൊരു തുകയല്ല. ഇവിടുത്തെ പ്ലാൻ എന്ന് പറയുന്നത് തന്നെ ആകെ 30,000 കോടി ഇപ്പോൾ വെട്ടിക്കുറച്ച് 27 ആക്കി. അതിൻ്റെ 10% ഒരു മാസത്തെ ശമ്പളം. അപ്പോൾ ഇവിടുത്തെ പ്ലാൻ ഫണ്ടിനേക്കാളും വലുതാണ് വാസ്തവത്തിൽ ശമ്പളം. ആ ശമ്പളമാണ് വാസ്തവത്തിൽ ഈ ഗവൺമെൻറ്റിനെ അറിഞ്ഞോ അറിയാതെ, ഏത് ഗവൺമെൻറ് ആയാലും മാർക്കറ്റിനെ ചലിപ്പിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇവിടെ ഞാനൊരു സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറയുകയാണ്, അവർ തുറന്നു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, കല്യാൺ സിൽക്സ് ഇതുപോലൊരു ചർച്ചയിൽ പറഞ്ഞു, എൻ്റെ ശമ്പളം ഒരു മാസത്തെ ശമ്പളം ഞാൻ 10 കോടിയാണ് കൊടുക്കുന്നത്. 10, 25, 30 കോടി കൊടുക്കുന്നുണ്ട്. എന്താണ് ടാറ്റ കൊടുക്കുന്ന ശമ്പളം ഒരു മാസത്തിൽ? മൂന്നാറിലൊന്ന് പോയി നോക്കൂ. അപ്പോൾ 2400 കോടി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടിയെങ്കിലും ശമ്പളം സ്വകാര്യ സംഘടിത മേഖലയിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതൊക്കെ വിടുക. സംഘടിത മേഖലയിൽ കൊടുക്കുന്ന ആ സംഘടിത മേഖലയിൽ ശമ്പളം വെട്ടിക്കുറച്ചാൽ ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഞാൻ അടുത്ത ചോദ്യം, കേന്ദ്രത്തിൽ നമ്മൾ അടുത്ത ഘട്ടത്തിൽ ബാക്കിയുള്ള കാര്യം ചർച്ച ചെയ്യാൻ തോന്നുന്നു. ഞാൻ CBI വരാം. BJPയിലെ ശ്രീ B. ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അതായത് ഇന്നിപ്പോൾ ഉണ്ടായ ഒരു സംഭവം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ പൈസയില്ല, ശമ്പളം കൊടുക്കാൻ പണം തികയാത്ത ഒരു സാമൂഹിക സാഹചര്യം. ഇത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല, വരുമാനമില്ലാതിരിക്കുമ്പോൾ ഏത് സംസ്ഥാനത്തിനും ഈ ഒരു ദുർഗതി വന്നു എന്ന് വരാം. BJP ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടെന്താണ്? ഇല്ല, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കോവിഡുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ട് മാത്രമല്ല, പണ്ടേ ഇല്ല. ഇവിടെ വരുന്ന വരുമാനവും ചെലവും തമ്മിൽ
നോക്കുന്ന സമയത്ത് കമ്മി എത്രയാണെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ പറഞ്ഞോട്ടെ. അപ്പോൾ ഇവിടെ ഉൽപ്പാദനം ഒന്നുമില്ലാതെ ഉപഭോഗ കമ്പോളമായി കേരളം മാറി അഥവാ മാറ്റി. അപ്പോൾ പിന്നെ നമ്മൾ ശമ്പളം കൊടുക്കാൻ പോലും പൈസയില്ല എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം ഞാൻ പറയാം. അത് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, സാലറി ചലഞ്ചിൽ നിന്ന് ക്രമേണ ഡെഫറൻറ്റിലേക്ക് അത് മാറ്റി. ഈ പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞല്ലോ, ആ പിന്നെ കൊടുക്കാമെന്നുള്ളതിന് എന്താണ് രേഖ? അടിസ്ഥാനപരമായ പ്രശ്നം അദ്ദേഹം പറഞ്ഞു പിന്നെ കൊടുക്കാമെന്ന്. പക്ഷേ പിന്നെ കൊടുക്കാമെന്ന് പറയുന്നത് ഗവൺമെൻറ് ഓർഡറിലില്ല. ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് കോടതിയിൽ പോകുമ്പോൾ പ്രളയകാലത്ത് പോയതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ മുമ്പിൽ പറയാം പിന്നെ കൊടുക്കാം. അപ്പൊ കോടതിക്ക് ചോദിക്കുന്നത് ഇതേപോലെ ഒരു പൊതുമാധ്യമത്തിൽ വന്നിരുന്നു കൊണ്ട് സംസ്ഥാനത്തിന്റെ ഏറ്റവും സീനിയറായ ധനമന്ത്രി ഈ പണം തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് മുഖവിലേക്ക് വിശ്വസിച്ചുകൂടെ? മുഖവിലയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല ശ്രീകണ്ഠൻ സാറേ. കാരണം അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നില്ല ഇവിടുത്തെ ജീവനക്കാർ. അതാണ് പ്രശ്നം. ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കണം. ഞാൻ അടിസ്ഥാനപരമായി 2 ചോദ്യമാണ് ചോദിക്കുന്നത്. കൊമ്പൻ്റെ വഴിയാണ് മോഴ പോകുക. ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു എംപ്ലോയറാണ്. ആ ഗവൺമെൻറ് സാലറി പിടിക്കാൻ തീരുമാനിച്ചാൽ, എനിക്ക് സാലറി പിടിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് അവരുമായി ഒരു ധാരണ ഉണ്ടാക്കണം. ആ ധാരണയിൽ കൃത്യമായി തിരിച്ചു കൊടുക്കാം. നേരത്തെ CP ജോൺ പറഞ്ഞ മാതിരി തിരിച്ചു കൊടുക്കാം എന്നൊരു ഉറപ്പെങ്കിലും കൊടുക്കണ്ടേ? അവരോട് ആ ഉറപ്പ് കൊടുക്കുന്നില്ല. ഗവൺമെൻറ് ജിയോയിൽ പറയുന്നില്ല. അതേസമയത്ത് കൊടുക്കാമെന്ന് ധനമന്ത്രി പറയുന്നു. ചില സമയത്ത് കൊടുക്കേണ്ട കാര്യം ആലോചിക്കാമെന്ന് പറയുന്നു. ചില സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പറയുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ ഒരൊറ്റ കാര്യമാണ്, ഗവൺമെൻറ് ഒരു എംപ്ലോയറാണ്. ഇതേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറയുന്നത്? എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളും കൊടുക്കണം, തൊഴിലാളിക്ക് പൈസ കൊടുക്കണം. ഗവൺമെൻറ് പൈസ പിടിക്കുമ്പോൾ ഈ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് എന്ത് സമീപനമായിരിക്കും എടുക്കുക? പ്രൈവറ്റ് മാനേജ്മെൻറ്റിനോട് എങ്ങനെ പറയാൻ പറ്റും കൊടുക്കാൻ? കാരണം ഗവൺമെൻറ് തന്നെ ഇവിടെ സാലറി പിടിക്കുക. ഞാൻ സാലറി പിടിക്കണ്ട എന്ന ഒരു വാശിയിലൊന്നും പറയുന്ന ആളല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ളത് തൊഴിലാളി ഗവൺമെൻറ്റാണ്, തൊഴിലാളികളുമായി ബന്ധമുള്ളതാണ്. പക്ഷേ തൊഴിലാളികൾക്ക് ഈ സർക്കാരിനെ വിശ്വാസമില്ലാതെ വരുന്നത് എന്തുകൊണ്ട്? ഇത് അടിസ്ഥാനപരമായ ചോദ്യമാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ വളരെ കഷ്ടപ്പെടുന്നു. നമ്മൾ സാമ്പത്തികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു. പക്ഷെ നമ്മുടെ ആർഭാടമായിട്ടുള്ള ചെലവിനൊന്നും ഒരു കുറവുമില്ല. ബഹുമാനപ്പെട്ട മന്ത്രിമാർ, എനിക്ക് പറയാൻ വിഷമമുണ്ടെങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട ധനമന്ത്രി അടക്കം തോർത്തുമുണ്ടിന് വരെ ഒഴിയാൻ പോയപ്പോൾ ചിലവാക്കിയത് ഈ കേരളത്തിലെ ട്രഷറിയുടെ പൈസയാണെന്ന് നിങ്ങൾ മാധ്യമങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി ജനങ്ങൾ കേൾക്കുമ്പോൾ, തൊഴിലാളികൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ പൈസ മാത്രം എന്തിനു പിടിക്കുന്നൊരു തോന്നൽ വരും. അത് വരാതിരിക്കാൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, അങ്ങ് വിശ്വാസത്തിലെടുത്ത് തൊഴിലാളി സംഘടനകളുമായി സംസാരിച്ച് തിരിച്ചു കൊടുക്കാം എന്നുള്ളതിന് ഒരു ഉറപ്പ് കൊടുക്കണം. ആ ഉറപ്പ് കൊടുക്കാത്തടത്തോളം കാലം വിശ്വസിക്കില്ല. ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് മാതൃഭൂമിയിൽ. ആ മാതൃഭൂമിയിലെ ലേഖനം ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇത്രയും കാലം പറഞ്ഞിരുന്ന രാഷ്ട്രീയ താല്പര്യത്തിന്, അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ പ്രവർത്തകനായിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമൊക്കെ ധാരാളം ആവേശത്തോടെ വായിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാനൊക്കെ. കേരളവർമ്മ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ വായിക്കാൻ വലിയ താല്പര്യമായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പടവാൾ ഉയർത്തി പോരാട്ടത്തിനൊക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് നയിച്ചത് അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സിൻ്റെ ഒരു ലേഖനത്തെ ഉദ്ധരിച്ചുകൊണ്ട് IMFന് അനുകൂലമായി സംസാരിച്ചിരിക്കുക. അപ്പം നയംമാറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിൻ്റെ പ്രശ്നമാണത്. ധനമന്ത്രിയാവുമ്പോൾ നേരത്തെ CP ജോൺ പറഞ്ഞില്ലേ, പലരും മന്ത്രിസഭയിലെത്തുമ്പോൾ സമരത്തിൽ നിന്ന് വഴിമാറുന്നു എന്ന് പറയുന്നത് പോലെ ധനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ നിലപാട് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ വിശ്വാസം വേണം, തൊഴിലാളികളിൽ വിശ്വാസം വേണം. അദ്ദേഹം തൊഴിലാളി സംഘടനകളുമായി സംസാരിച്ച് തിരിച്ചു കൊടുക്കാനുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാക്കണം എന്നാണ് വിനീതമായ അഭ്യർത്ഥന. ഓക്കെ ഗോപാലകൃഷ്ണൻ വരാം. ഡോക്ടർ N. അജിത് കുമാർ, ഈ കേരളത്തിലെ ഒരു വല്ലാത്ത ശ്വാസം മുട്ടിക്കുന്ന ഒരു സാമ്പത്തിക സാഹചര്യം ഈ കോവിഡും അല്ലാതെയും ഉണ്ടായിട്ടുണ്ട്. ഈ കോവിഡ് അത് തീർച്ചയായിട്ടും അതിൻ്റെ രൂക്ഷത കൂട്ടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്താണ് ഈ സാലറി കട്ടും സാലറി ഡെവലപ്മെൻറ്റും സാലറി ചലഞ്ചും ഒക്കെ ഇത്രയും വിവാദപരമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാമ്പത്തിക സാഹചര്യമാണെന്ന് ധനമന്ത്രി തുറന്നു പറയുന്നു. ഇത്രയും കോടി രൂപയെ കയ്യിലുള്ളൂ, എന്നാൽ ഡിമാൻഡുകൾ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ്. മാത്രമല്ല അതിൻ്റെ കൂടെ കോവിഡിന് വേണ്ടുന്ന പണവും.
ഒരുപാട് ഒരു പ്രതികൂല സാഹചര്യം കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. താങ്കളൊരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ ഇതിനെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം നൈപുണ്യ ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹം ഒരു ധനമന്ത്രി മാത്രമല്ല, ഒരു സാമ്പത്തിക വിദഗ്ധനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് സത്യവുമാണ്, അത് യാതൊരു സംശയമില്ല. കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ ശരിക്കൊന്ന് കേരളത്തിനെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ 3 മാസം മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസമാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ തനത് വരുമാനം കിട്ടുന്ന മാസങ്ങൾ. ഈ 3 മാസമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഞ്ഞമാസമായിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ സർവീസ് സെക്ടറിൽ നിന്ന് കിട്ടുന്ന ഏകദേശം 60 മുതൽ 62% ഈ സമയത്താണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് GST കളക്ഷൻ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിന് കിട്ടുന്ന സമയം. മാത്രമല്ല വിദേശത്തു നിന്ന് വരുന്ന വ്യക്തികൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നതിവിടെ. അപ്പോൾ ശരിക്കും തനത് വരുമാനം എന്നുള്ളത് ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചെറുതായിട്ടൊരു രസമായ ഒരു കാര്യം കേട്ടു, ഇപ്പം വായിക്കാൻ എനിക്ക് തോന്നി. സമ്പദ് വ്യവസ്ഥ തകരുകയാണ്. കാരണം ജനങ്ങൾ അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ മാത്രമാണ് വാങ്ങിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കാരണം കിട്ടുന്ന വരുമാനത്തിന് ഏറ്റവും കൂടുതൽ, ഞാൻ എപ്പോഴും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണാറുണ്ട്, നമുക്ക് കിട്ടുന്ന സംസ്ഥാനത്തിന് കിട്ടുന്ന 50% വരുന്നതും ഈ നോൺ എസെൻഷ്യൽസ് എന്നാണ്. ഫാഷൻ ആർട്ടിക്കിൾസിൽ നിന്ന്, പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഫാഷൻ അല്ലാതെ കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക് ഐറ്റംസ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സമയമാണ് മാർച്ച്, ഏപ്രിൽ, മെയ്. ഈ 3 മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ധനം ലഭിക്കേണ്ടിയിരുന്നത്. അതാണ് ഡോക്ടർ തോമസ് ഐസക് പോലെ ഒരു ധനശാസ്ത്ര വിദഗ്ധനും കൂടി ആയ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അവലാതി അത് കാരണമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ശരിക്കൊരു നൂലിലൂടെ നടക്കുകയാണ്. ശരിക്കും അത്ര ഒരു ട്രപ്പീസ് പോലെയാണ് ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പല മെത്തേഡ്സും അവർ യൂസ് ചെയ്തേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഇൻസ്പിറേഷൻ ചിലപ്പോൾ തെലങ്കാന ഗവൺമെൻറ് ആയിരിക്കും. തെലങ്കാനയിൽ നമുക്കറിയാം 75% അവിടെ സാലറി കട്ട്. അത് നോക്കുമ്പം ഇദ്ദേഹം 6 ദിവസത്തെ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ്. രാജസ്ഥാൻ 50% പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിധത്തിലൊക്കെ നോക്കുമ്പം എനിക്കൊണ്ട് ആ ഇൻസ്പിറേഷൻ ആയിരിക്കും ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അവിടെ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക്, കാരണം ഒന്ന് തീർച്ചയാണ് അവിടുത്തെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വിവരങ്ങൾ ഇത്തിരി കുറവാണ്. പക്ഷെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ടഫ് സ്റ്റാൻസുകൾ എടുക്കാതെ വയ്യ. കാരണം വരുമാനം എന്നുള്ളത് വളരെ കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ പിന്നെ ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ പറയാമെന്ന് പൂർത്തിയാക്കിക്കോളൂ. അല്ല, ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് വരുമാനം കിട്ടേണ്ടത് അത് കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതുപോലുള്ള മെത്തേഡ്സിലേക്ക് മുന്നോട്ട് പോയത്. അതിൻ്റെ എന്താ പറയുക, ടെക്നിക്കൽ സൈഡൊന്നും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് ഫീലിംഗ് ഇത്രയേ ഉള്ളൂ, ഇപ്പോഴത്തെ വളരെ ഗുരുതരമായ സ്ഥിതിയിൽ ഇതുപോലൊരു മെത്തേഡ്സ് ഉപയോഗിക്കാതെ വേറെ വഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുമാനം. ഓക്കെ ഡോക്ടർ പ്രവീൺ സാകല്യ, എനിക്കറിയാം താങ്കൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധി കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു അധ്യാപകർ തന്നെയാണ് വേറെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ സർക്കാർ ഉത്തരവ് കത്തിച്ച സംഘടനയുടെ ആൾക്കാരും. അപ്പോൾ ഇതൊരു ഒരുപക്ഷെ അധ്യാപകർ പോലെ ഒരു കമ്മ്യൂണിറ്റി, അത് ഏതൊരു യൂണിയൻ്റെ പേരിലാണെങ്കിലും പൊതുവിൽ ഇങ്ങനെയൊക്കെ ഒരു സർക്കാർ ഉത്തരവ് പരസ്യമായി കത്തിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ സംസ്ഥാന സർക്കാരും മറ്റുള്ള ദേശീയ സർക്കാരും ഒക്കെ കടന്നു പോകുന്ന ഒരു സമയത്ത്, അതായത് സർക്കാരിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കൂടെ ബുദ്ധിമുട്ടാണ് ശരിക്കും. കാരണം നമ്മൾ ഇതുവരെ ഈ COVID-19 എന്ന് പറയുന്ന സാഹചര്യം നമ്മുടെ മനുഷ്യരാശി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സാഹചര്യമോ കാലാവസ്ഥയോ അല്ല. എന്നാൽ അതിൽ നിന്ന് അധ്യാപകർ ഒരു മാതൃകയാകണമെന്ന് മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ ഈ പബ്ലിക്കായിട്ട് ഈ ഓർഡർ കത്തിച്ചൊക്കെ തന്നെ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു നിലവിട്ട പരിപാടിയായി പോയി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല, ഒരു നിലവിട്ട പരിപാടിയൊന്നുമല്ല. ഒരു സമരമുറയായിട്ട് ആ സമരത്തെ കാണണം. ഓർഡർ കത്തിച്ചു എന്നുള്ളത് കേവലം ഒരു സമരമുറ മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, 2001 ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി സാർ കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ചില ആനുകൂല്യങ്ങൾ എടുത്ത ഒരു സംഭവം ഉണ്ടായി.
അന്ന് NGO യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന CH അശോകൻ, പിന്നീട് അദ്ദേഹം TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു പ്രതി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൻ്റെ ഫ്രണ്ടിലും അകത്തും, ക്യാമ്പസിനകത്തും ക്യാമ്പസിന് പുറത്തും ആ ഓർഡർ കത്തിച്ച് സമരം ചെയ്തു. ഗവൺമെൻറ് പ്രസിൻ്റെ അടുത്ത് ഓർഡറുകൾ കത്തിച്ച് സമരം ചെയ്തു. ADB പ്രതിനിധികൾ കേരളത്തിൽ വന്നപ്പോൾ കരിയോയിൽ ഒഴിച്ചാണ് സമരം ചെയ്തത്. പ്രീ ഡിഗ്രി ബോർഡ് സമരം ഇതേപോലെ ഓർഡറുകൾ കത്തിച്ചൊരു സമരമായിരുന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ജഡ്ജിയെ പ്രതീകാത്മകമായി നാടുകടത്തുന്ന സമരമുണ്ടായി. ഗവർണർ ഇറക്കിയ ഉത്തരവ് പരസ്യമായി റോഡിൽ കത്തിച്ച് സമരം ചെയ്തു. സെൽഫ് ഫിനാൻസിങ് കോളേജ് AK ആന്റണി സർക്കാരിൻ്റെ സമയത്ത് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇഷ്യൂ വന്നപ്പോൾ അന്നും ഓർഡർ കത്തിച്ചാണ് സമരം ചെയ്തത്. എന്തിനധികം പറയുന്നു, കൊച്ചിൻ എയർപോർട്ട് ലീഡർ K കരുണാകരൻ്റെ സമയത്ത് S ശർമ്മ മുൻ മന്ത്രി നേതൃത്വത്തിലാണ് ഓർഡർ കത്തിച്ച് അവിടെ പഠിക്കൽ സമരം നടത്തിയത്. കൊച്ചി മെട്രോയുടെ സമയത്ത് സമരം ഉണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടത് ആലപ്പുഴയിൽ നിന്ന് സമര പോരാട്ടങ്ങളുടെ ഒരു ഭൂമിയിൽ നിന്ന് വരുന്ന ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു, KPSTയുടെ, ഞങ്ങളുടെ സംഘടനയല്ല, ഞങ്ങളുടെ ഒരു സഹോദര സംഘടനയാണ്, KPSTയുടെ സമരം ഒരു അശ്ലീലമാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുക, സ്പീക്കറുടെ ചേംബർ അടിച്ച് തകർക്കുക, കസേരകൾ തകർക്കുക, അത്രയും അശ്ലീലം ഒന്നും ഈ KPSTA എന്ന സംഘടന ചെയ്തിട്ടില്ല. പിന്നെ ശ്രീകണ്ഠൻ നായർ സാർ ചോദിച്ച ചോദ്യം, KPSTA ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകണമെന്നുള്ളത്. സാർ, KPSTA ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനയാണ്. തോമസ് ഐസക് സാറിന് ഉൾപ്പെടെയുള്ളവർക്കറിയാം. 2005 സുനാമി അടിച്ചപ്പോൾ സമയത്ത് അവിടെ വീട് വെച്ചു കൊടുത്ത ഒരു സംഘടനയാണ്. 2018 പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന കൊടുത്തു. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 20 ലക്ഷം രൂപ കൊടുത്തു. 25ഓളം വീടുകൾ വെച്ചു കൊടുത്തു. അക്രമികൾ അന്യമാക്കിയ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബത്തിലെ സഹോദരിമാരുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത ഒരു സംഘടനയാണ് KPSTA. പിന്നെ ലോക്ക്ഡൌൺ കാലത്തും ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഞാനും ഒരു കുറച്ചു കാലം അധ്യാപകനായിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. അതായത് ഈ എന്തായാലും ചിലപ്പോൾ മെയ് 3 കഴിഞ്ഞ് ചിലപ്പോൾ ഈ ലോക്ക്ഡൗൺ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളോ കോളേജുകളോ വിദ്യാലയങ്ങളോ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യമാകുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലെടുക്കാതെ തന്നെ ഈ സംസ്ഥാന ജീവനക്കാർ വീട്ടിലിരിക്കുകയാണ്. ഒരു പോലീസ് സംവിധാനമോ ആരോഗ്യ സംവിധാനമോ അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഏറ്റവും കാര്യക്ഷമമായി ഇപ്പോൾ രംഗത്തുള്ളത്. ഇപ്പോൾ അധ്യാപകർക്ക് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടുന്ന സാഹചര്യവുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അധ്യാപകർ മുഴുവൻ ശമ്പളവും കൈപ്പറ്റുന്നത് ധാർമ്മികമായി ശരിയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിൽ 2 കാര്യങ്ങളാണ് എനിക്കതിൽ മറുപടിയായിട്ട് പറയേണ്ടത്. ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായ പിഴവുണ്ട്. അധ്യാപകർ ഈ ലോക്ക്ഡൗൺ കാലത്ത് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് സാർ തെറ്റാണ്. ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ തന്നെ നേതൃത്വത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് കോളേജ് അധ്യാപക സംഘടന, സ്കൂൾ അധ്യാപക സംഘടന ഓൺലൈൻ ട്യൂട്ടോറിയൽ സിസ്റ്റം മൂക്കും മൂടലും അനുസരിച്ചുള്ള നിരവധി ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ പേപ്പർ വാല്യുവേഷൻ വളരെ കൃത്യമായി ഇപ്പോഴും നടന്നു പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഡോക്ടർ പ്രവീൺ, താങ്കൾ സിംഗപ്പൂർ എന്ന രാജ്യത്തെ സ്ഥിതിവിശേഷം അറിയായിരിക്കും. അവിടെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ വർക്ക് ഫ്രം ഹോമിൽ രാവിലെ 9 മണിക്ക് ഡ്യൂട്ടിയിൽ കയറുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിൽ 9 മണിക്ക് കയറിയിരുന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നതാണെങ്കിൽ 1.5 മണിക്ക് അയാൾ തിരിച്ചു വരണം. വൈകുന്നേരം 6 മണി വരെ അയാൾ സിസ്റ്റം വഴി പണി എടുത്തിരിക്കണം. അങ്ങനെ ഒരു പണി അധ്യാപകർ എടുക്കുന്നു എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഡോക്ടർ അജിത് കുമാർ, എനിക്കും താങ്കൾക്കും അറിയാം ഒരു അധ്യാപകന്റെ ജോലി സമയം എത്രയാണെന്ന്, ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിലൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാത്രം ഒരു പ്രിവിലേജ് ക്ലാസ് ആയിട്ട് എങ്ങനെ മാറി നിൽക്കും? നിങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമല്ലേ ഇത്? ഒരിക്കലുമല്ല പ്രിവിലേജ്ഡ് ക്ലാസ് ആയിട്ട് മാറിയിരിക്കുന്നതല്ല. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം KPSTAയുടെ നേതൃത്വത്തിൽ KPSTA ഇതുവരെ ശമ്പളം കൊടുക്കില്ല അല്ലെങ്കിൽ ശമ്പളം തരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു തൊഴിലാളി വിരുദ്ധമായ ഒരു ഓർഡർ തൊഴിലാളികളുമായി ചർച്ച ചെയ്യാതെ തികച്ചും ഏകപക്ഷീയമായി ധനമന്ത്രി ഇറക്കിയ ഒരു ഓർഡർ, ആ ഓർഡറിലുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് KPSTA ഇന്ന് ഓർഡർ കത്തിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത്. അല്ലാതെ ഒരിക്കലും കൊടുക്കില്ല, ശമ്പളം കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ ശമ്പളം കൊടുക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഈ ഓർഡറിനോട് എങ്ങനെ അവർ പ്രതികരിക്കുന്നു എന്നുള്ളത് KPSTAയുടെ സംസ്ഥാന നേതൃത്വം. പിന്നെ
ഏതൊരു സാധാരണ സോറി ഡോക്ടർ പ്രവീൺ ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ വരാം ഗോപാലകൃഷ്ണൻ വരാം. മിനിസ്റ്ററിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഇവരെല്ലാം പറഞ്ഞൊരു അഭിപ്രായം കേട്ട് കാണും. താങ്കൾക്ക് ശരിക്കും ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാര്യം താങ്കൾ ചെയ്തിട്ടില്ലെന്നാണ് CP ജോണിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത്. അതായത് ഈ ഓർഡറിൽ തന്നെ, ഗവൺമെൻറ് ഓർഡറിൽ തന്നെ ഈ ശമ്പളം ഡിഫർ ചെയ്യുമ്പോൾ, നീട്ടിവെക്കുമ്പോൾ അതെന്നായിരിക്കും മടക്കി കൊടുക്കുക, എങ്ങനെയായിരിക്കും അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്നുള്ള രീതിയിൽ താങ്കൾ കാണിക്കാമായിരുന്നു. പക്ഷേ ക്രാന്തദർശിയായ ധനമന്ത്രി അത് കാണിച്ചില്ല. അന്നും ഇതുപോലെ സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയന്നാണോ താങ്കൾ അത് ചെയ്യാതെ പോയത്? അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്നാണ് ഈ ഭാവിയെക്കുറിച്ച് ഈ പകർച്ചവ്യാധി അവസാനിക്കുക, ഈ സുവിശേഷത്തിൽ മാറ്റം വരിക. ഏതായാലും 6 മാസം കൊണ്ടല്ലേ ഇത് മാറ്റിവെക്കൽ തീരത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയമുണ്ട് ചർച്ച ചെയ്ത് അത് സംബന്ധിച്ച് തീരുമാനം പറയാനായിട്ട്. എന്തെല്ലാം സാധ്യതയുണ്ട് ജോൺ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് റിട്ടയർ ചെയ്യുമ്പോൾ എടുക്കാമെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് PF ഇട്ടിട്ട് പല ഡേറ്റുള്ള ലോക്കിൻ പീരീഡ് കൊടുക്കാൻ പറ്റും, അതല്ല നിങ്ങൾക്ക് ക്യാഷായിട്ട് കൊടുക്കാം. ഇതെല്ലാം സാമ്പത്തിക സ്ഥിതി എങ്ങനെ ഇരിക്കും എന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് മാറ്റി വച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ ജോൺ എപ്പോഴും പറയുമ്പോൾ പിടിച്ചെടുക്കൽ, കട്ട് ചെയ്യൽ, ആ പദങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ഡെഫർന്ന് തന്നെയാണ്, മാറ്റിവെക്കൽ തന്നെയാണ്. ഇനി ആർക്കെങ്കിലും എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയും ചെയ്തല്ലോ ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ വയ്യ. ഇവിടെ വലിയ ധൂർത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇത് വന്നിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കണ്ട് ഈ സാമ്പത്തിക സ്ഥിതിവിശേഷം. ഗോപാലകൃഷ്ണൻ, കേന്ദ്ര സർക്കാർ ഈ ഒരു 12 മാസം ഒരു ദിവസം വെച്ച് വിസമ്മതപത്രമല്ല, സമ്മതപത്രം വേണ്ട, വിസമ്മതം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് ഉത്തരവ് ഇറങ്ങി ഇട്ടിരിക്കുകയല്ലേ. ഈ DA എന്ന് പറയുന്നത് കൊടുക്കൂല ഈ വർഷം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ വിശേഷമൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങളൊരു മാന്യതയില്ലാതെ വർത്തമാനം പറഞ്ഞിട്ട് മറുപടി പറയാതെ പോകാൻ പറ്റത്തില്ലെന്ന്. ഞാൻ എന്തുവാ ചെയ്തത്? ഈ കേരള സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധി ഇത്ര രൂക്ഷമാക്കാനായിട്ട് എൻ്റെ മെഡിക്കൽ ബിൽ തോർത്ത് വന്നു. ആയുർവേദ ചികിത്സയ്ക്ക് പോയിട്ടില്ല, നിങ്ങൾക്ക് കിഴി കിട്ടുമ്പോൾ തോർത്തല്ലേ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബില്ല് വരില്ലേ? സുഖചികിത്സക്ക് പോയെന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്? മിസ്റ്റർ, ഞാനിപ്പോൾ നടക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ആയുർവേദത്തെ കൊണ്ട് തീരില്ലെങ്കിൽ വേറെ എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇങ്ങനെ ട്രോളും വർത്താനും ഒക്കെ പറയും. പക്ഷേ മുഖത്ത് നോക്കിയിരുന്നിട്ട് ഇതുപോലുള്ള ബോറത്തരം പറയുന്നതിന് ഒരു മടിയില്ലാത്ത മനുഷ്യനായിട്ട് നിങ്ങൾ മാറിയല്ലോ ഒന്ന്. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടത് കട്ട് ചെയ്യുന്നത്? എന്താ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിസന്ധി? അവർക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ IMF നിന്ന് കൊടുക്കാൻ പറഞ്ഞ പണം വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ 1 ലക്ഷം കോടി രൂപ. എത്ര വേണമെങ്കിലും നോട്ടടിക്കാൻ അവകാശമുള്ളവരല്ലേ. എന്തെല്ലാം ആസ്തികൾ വിൽക്കാനുണ്ട്. ഈ കേന്ദ്ര സർക്കാർ എന്തിനാ ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് ശമ്പളം? കേരളം അത് ചെയ്തിട്ടില്ലല്ലോ. കേരളം അത് ചെയ്തിട്ടില്ലെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങളുടെ നിലപാടിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലപാടാണ് കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടികൾക്കുള്ളത്. അതുകൊണ്ട് നിവൃത്തിയോട് കൊണ്ട് ശമ്പളം ഒന്നും മാറ്റിവെക്കുന്നതല്ലാതെ ഇവിടെ ശമ്പളം കിട്ടാനും ആനുകൂല്യങ്ങൾ തടയാനും ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. DA വേണ്ടെന്ന് വെക്കുന്നില്ല, ഒക്കെ ജീവനക്കാരുടെ അവകാശമാണ്, അതെല്ലാം കൊടുക്കും. ഒരു സാവകാശം ചോദിക്കുന്നു. അപ്പോൾ ജോൺ പറയുന്നത്, ജോൺ പഴയ ഞാൻ പറഞ്ഞ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഒരു വർഷം 6 മാസം കൊണ്ട് 1 മാസം ശമ്പളം മാറ്റി വെക്കുമ്പോൾ അത്രയും ഡിമാൻഡ് പോകുന്നു. ഞാനതിന് മറുപടി പറഞ്ഞല്ലോ ജോണേ. ഈ പണം പൂർണ്ണമായിട്ടും വരുമാനമൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് അവർക്ക് ദുരിതാശ്വാസം നൽകാൻ വേണ്ടി ഇതിന് തുല്യമായ തുക സർക്കാർ സംഭാവന ചെയ്യും. ജീവനക്കാർ സംഭാവന ചെയ്യാനായിട്ട് നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് നടത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് സർക്കാർ സംഭാവന ചെയ്യും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞു, ഈ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നും പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. പണം നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിലേ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന കുറയും, സമ്പാദിക്കുന്ന കൂടും. ഇപ്പോൾ ഇവിടുത്തെ കൂലിവേലക്കാർക്ക് 1000 രൂപ കൊടുത്താൽ 1000 രൂപ ഇന്ന് ചിലവാക്കും. അതേസമയത്ത് ജീവനക്കാരനാണെങ്കിൽ 20% സമ്പാദിക്കും. അതുകൊണ്ട് ജോൺ ഡിമാൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ട് കുറയല്ല, കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആരോപണവും ആകെ പൊതുവിൽ വന്നിട്ടുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാരോട് നിങ്ങൾ എന്ത് സംസാരിച്ചില്ല,
ഇപ്പോൾ നമ്മുടെ അധ്യാപക നേതാവ് ഡോക്ടർ പ്രവീൺ പറയണത് ഇത് പണ്ടിങ്ങനെ എല്ലാ സമരം ചെയ്ത് പണ്ടൊക്കെ ഒത്തിരി സമരം നടത്തിയിട്ടുണ്ടെന്ന് പല രീതിയിലൊക്കെ ആർക്കും അറിഞ്ഞൂടാത്തത്. ആ സമയമാണോ ഇന്നത്തെ സന്ദർഭം? ലോകത്ത് ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോന്ന് ഇന്നിപ്പോൾ ഉള്ള വിലയിരുത്തൽ 30കളേക്കാൾ വലിയൊരു സാമ്പത്തിക തകർച്ച ലോകത്ത് വരാൻ പോണെന്നുള്ളതാണ്. 30കളേക്കാൾ ആ മഹാമാരിയുടെ മുന്നിൽ നിന്നിട്ടാ പറയണ പണ്ടങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴിങ്ങനെ ചെയ്യുന്നു. ഈ പരിസരബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങൾ അതാ ഞാൻ പറയുന്നത്, ഞങ്ങളൊന്ന് പ്രതിഷേധിച്ചല്ലേ ഉള്ളൂ, ഒന്ന് കത്തിച്ചല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ജോൺ പറഞ്ഞതിനോടൊന്നും എനിക്ക് തർക്കമില്ല. ഇങ്ങനെ ജോൺ പറയണ് നമുക്ക് സംസാരിക്കണം, ഇരിക്കണം, ഇത് ക്ലാരിറ്റി വരുത്തണം, ക്ലാരിറ്റിയൊക്കെ വരുത്താമെന്ന് അതൊക്കെ ചെയ്യുക. ആരോടെ സംസാരിക്കണമെന്ന് പറയുന്നത്? പക്ഷെ നിങ്ങൾ പറഞ്ഞതെന്താ? ഒരു പ്രതിഷേധമല്ലേ? എന്ത് പ്രതിഷേധം? നിങ്ങൾ പണ്ടൊക്കെ ചെയ്ത കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങളും ഞാനും ഒക്കെ പണ്ട് ചെയ്ത, നമ്മൾ റോട്ടിൽ കൂടി കടന്നു പോകുന്നു, പോകുന്നിടത്ത് പോകുന്നു, തോളത്ത് കൈയിടുന്നു, ഇന്ന് ചെയ്യുന്നുണ്ടോ? നമ്മളൊക്കെ സ്വയം ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന്. ആ നിയന്ത്രണങ്ങളൊക്കെ നിങ്ങളുടെ തലയിലില്ല. നിങ്ങൾ വേറൊരു ലോകത്താണ്. ഇന്നത്തെ സാഹചര്യത്തെ മനസ്സിലാക്കുന്നില്ല. അതാണ് ഞാൻ പ്രതികരിച്ചത്. സമരം ചെയ്തുകൊണ്ടൊന്നുമല്ല. ഇന്നത്തെ ഈ സാഹചര്യത്തെക്കുറിച്ച് ഒരു ധാരണ ഇവർക്കില്ലല്ലോ. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അധ്യാപകരിൽ ഒരു വിഭാഗത്തിന്, അത് നാട്ടിലെല്ലാവരും ഇത് അവമതിപ്പുണ്ടായിട്ടും നിങ്ങൾക്ക് അതൊരു അവാർഡ് കിട്ടിയ തോമസ് ഐസക്, ഡോക്ടർ പ്രവീൺ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടല്ലോ, അതായത് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിയ ഒരു മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ അധികാരത്തിൻ്റെ നല്ല കസേരകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സമരം കൊടുത്തൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്നുകൂടി അത് സൂചിപ്പിക്കുണ്ടായി. അപ്പോൾ നിങ്ങളൊക്കെ സമരത്തിൻ്റെ മുന്നണി പോരാളികളായിരുന്ന ആളുകളാണ്. അവർ തന്നെ ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. ഇല്ല, സാധാരണഗതിയിൽ ഇപ്പോൾ സമരം നടത്താൻ ഇവിടെ അസ്വസ്ഥത ഉണ്ടാവുമോ? റോഡ് കത്തിച്ചാൽ ആരെങ്കിലും അസ്വസ്ഥപ്പെടുമോ? കേരളത്തിലൊക്കെ അതിന് എത്രയോ വലിയ കാര്യങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നു. ഇന്ന് ഈ മഹാമാരിക്കെതിരായിട്ട് കേരളത്തെ ജനങ്ങളെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ പോലെയാ, ഇറ്റലിയിലെ പോലെയാ, സ്പെയിനിലെ പോലെയാ. നമുക്ക് എണ്ണാൻ പറ്റും. ഈ കേരളത്തിൽ ഇത് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ അടുത്തടുത്ത് ഒരു പട്ടണത്തിൽ താമസിക്കുന്ന പോലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് എന്താ അതുണ്ടാക്കാൻ പ്രത്യാഘാതമെന്ന് ഞാനൊരു 7 or 8 സിമുലേഷൻ സ്റ്റഡീസ് കണ്ടിട്ടുണ്ട്. ഈ മെയ് 7 ഏറ്റവും അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് പറയുന്ന 20,000 പേര് ICU ഇല്ലാതെ പുറത്ത് കിടക്കേണ്ടി വരും കേരളത്തിൽ നിന്നാണ്. ഇങ്ങനെ വലിയൊരു അപകടമുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്നത് കത്തിക്കാനും പ്രതിഷേധിക്കാനും പോകുമ്പോഴാണ് പറയും നിങ്ങളിതൊക്കെ മറന്നു പോയിരിക്കണം. ഏത് ലോകത്താണെന്നുള്ളത് ആര് പറഞ്ഞാലും ഈ പഠിപ്പിക്കണ അധ്യാപകർ ഇത് മറക്കാൻ പാടുണ്ടോ? നാട്ടിലൊക്കെ പറഞ്ഞോ ഇല്ലാത്തതുകൊണ്ട് ചെയ്യും. പക്ഷേ ഈ വിവരമുള്ളവർ, വിവരം പകർന്നു കൊടുക്കുന്നവർ, എന്ത് മാതൃകയാണ് നിങ്ങൾ ഈ പുതിയ തലമുറക്കെല്ലാം സൃഷ്ടിക്കുന്നത്? അത് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല, നിങ്ങൾ പറഞ്ഞതിൻ്റെ പ്രതിഷേധമൊന്നുമല്ല. നിങ്ങളുടെ ഒരു മാനസിക വ്യാപാരം നില അതെവിടം വരെയും അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. വേറെ അടിച്ചമർത്താനോ നടപടിയെടുക്കാനോ ശിക്ഷിക്കാനോ അങ്ങനെയൊന്നും ഏർപ്പാടേ ഇല്ല. അന്നും പരിശീലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അപകടങ്ങളൊന്നുമില്ല. ഞാൻ താങ്കളിലേക്ക് CP ജോൺ, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ ചില നിലപാടുകൾക്ക് അനുകൂലമായ തീരുമാനമാണ് ഡോക്ടർ തോമസ് ഐസക് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ താങ്കൾക്ക് ആ കാര്യത്തിൽ സന്തോഷിക്കാം. ഇങ്ങനെ ഒരു സംവാദത്തിൽ താങ്കൾ പറയുന്നത് അദ്ദേഹം ഫേസ് വാല്യൂവിൽ തന്നെ എടുത്തിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ചർച്ച ഞാൻ പറഞ്ഞല്ലോ, ഈ ടെലിവിഷൻ ചാനലിൽ മാത്രമല്ലല്ലോ, ഇത് ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് നടക്കുകയല്ലേ. ഇത് ആദ്യമായിട്ട് വരുന്നത് ഏപ്രിൽ മാസം ആദ്യത്തിലല്ലേ. അന്ന് തൊട്ടേ പറയുകയാണല്ലോ ഡെഫർമെൻറ്റ്. ഞാനാണ് ഇവിടെ ഡെഫർമെൻറ്റ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനെ പരിഹസിക്കുകയാണെന്ന് ഗവൺമെൻറ്റിലുള്ള ആൾക്കാർ ഇൻക്ലൂഡിങ് തോമസ് ഐസക് ചെയ്തത്. ഡെഫർമെൻറ്റ് വിത്ത് എ ഡേറ്റ്, ഒരു ഡേറ്റഡ് ഡെഫർമെൻറ്റ് എന്ന് വേണമെങ്കിൽ ഞാനതിനെ അമെൻഡ് ചെയ്യാം. ഡേറ്റഡ് ഡെഫർമെൻ്റ് ആണെങ്കിൽ അതിനെ അംഗീകരിക്കുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ.
അല്ലെങ്കിൽ സാമ്പത്തിക കാര്യ വിദ്യാർത്ഥി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ തരത്തിൽ പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ച് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ അദ്ദേഹം നേരിട്ട് ഒരുപാട് സ്റ്റുഡിയോയിൽ ഞാൻ കാണാറില്ല, ഞങ്ങൾ തമ്മിൽ കുറച്ച് നാളായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് എങ്ങനെയാണ് തീരുമാനം വരുന്നേക്കാൾ മുമ്പ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്? അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല. അപ്പൊ കേരളത്തിലെ ധനകാര്യമന്ത്രി ഏപ്രിൽ ആദ്യ വാരത്തിൽ അല്ല, എനിക്കത് മനസ്സിലായില്ല. അതായത് കേരളത്തിന്റെ ധനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വകുപ്പിനെ കുറിച്ച് പരസ്യമായി അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നതിന് എന്ത് സ്വാതന്ത്ര്യക്കുറവ് അദ്ദേഹത്തിനുള്ളത്? അത് താങ്കൾ വകവെച്ച് കൊടുക്കുന്നില്ലേ? അത് ക്യാബിനറ്റ് തള്ളിക്കളഞ്ഞു. ശ്രീകണ്ഠൻ നായരെ, ധനകാര്യമന്ത്രിയുടെ നിലപാട് ക്യാബിനറ്റ് തള്ളി. ധനകാര്യമന്ത്രിയോട് എന്നെ പോലുള്ള പാവപ്പെട്ട ആൾക്കാർ പറഞ്ഞല്ലോ, നിങ്ങൾ ഡെഫർമെൻ്റേ ചെയ്യാവൂ, ചാലഞ്ച് ചെയ്യ പാടില്ല, കട്ട് പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ റിപ്പബ്ലിക്കൻ ആണോ ഡെമോക്രാറ്റിക് ആണോ എന്ന് പണ്ട് ചോദിച്ചതുപോലെ നിങ്ങൾ കട്ടിൻ്റെ ആളാണോ ചാലഞ്ചിൻ്റെ ആണോ? ഞാൻ രണ്ടിൻ്റെ ആളുമല്ല, ഞാൻ 0യും അല്ല 1ഉം അല്ല, ബൈനറി പൊസിഷനല്ല. ദർ ആർ n നമ്പർ ഓഫ് പൊസിഷൻസ് ഇൻ ബിറ്റ്വീൻ 0 and 1. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഡെഫർമെൻറ്റ് വിത്ത് എ ഡേറ്റ്, അത് നല്ലൊരു സജഷനാണ്. ഇന്നിപ്പോൾ മന്ത്രിസഭ ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താ? മന്ത്രിസഭ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തള്ളി എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ വളരെ സൂത്രശാലിയായിട്ടുള്ള, അദ്ദേഹം സമർത്ഥൻ എന്നുള്ള വാക്കിനെ ഞാൻ ഒന്ന് മാറ്റി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്താ ചെയ്തത്? ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ വരുത്തിയതിന് ശേഷം, ആ റവന്യൂ എക്സ്പെൻഡിച്ചർ ബുക്ക് ചെയ്തതിന് ശേഷം ചാലഞ്ച് വാങ്ങിച്ചാൽ എനിക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറുമായി അതേസമയം സംഭാവനയായി കാശ് കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്തു, കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ പറഞ്ഞത്. ഞാൻ വെറുതെ ആകാശത്ത് നിന്ന് പറയുന്നതല്ല. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൻ്റെ സ്ഥിതി എന്താ? ഗവൺമെൻറ് റവന്യൂ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്തു. റവന്യൂ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യുമ്പോഴെങ്കിലും മാർച്ച് 31-ാം തീയതിക്കകത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കത്തിക്കലും പ്രതിഷേധവും ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഞാൻ പ്രതിപക്ഷ നേതാവോട് സംസാരിച്ചിട്ട് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യുമായിരുന്നു. സി പി ജോൺ, ഞാൻ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം ഞാൻ താങ്കളുടെ ഒരു കൃത്യതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു അഭിപ്രായം, അതായത് നമ്മൾ ഇതുവരെ നേരിടാത്ത ഒരു സാമൂഹിക സാഹചര്യം ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു, കേരളവും അത് ഭിന്നമല്ല. മാത്രമല്ല, വരും നാളുകൾ കുറച്ചുകൂടി അപകടകരമാകുമെന്ന് സൂചനകളും വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതുവരെ എടുത്ത നിലപാടുകളിൽ നിന്ന് തീർച്ചയായിട്ടും പ്രായോഗികമായി കുറച്ചുകൂടി നമ്മൾ മാറേണ്ടതല്ലേ എന്നൊരു ആശയമാണ് അങ്ങേര് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിനോട് സി പി ജോൺ യോജിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് കണക്ക് ഞാനിപ്പോൾ 10-32 ദിവസമായിട്ട് ഫേസ്ബുക്ക് ലൈവ് സ്ഥിരമായി ചെയ്യുന്ന ഒരാളാണ്. ആവശ്യത്തിലധികം വായിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം. ഇപ്പോൾ ഇന്നലെ ഓക്സ്ഫോർഡിൽ നടന്ന റിസർച്ച് അടക്കം, ട്രയൽ അടക്കം എല്ലാ കാര്യവും വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്കറിയാം. ആ കോണ്ടെക്സ്റ്റിലാണല്ലോ നമ്മൾ ഡിസ്കഷൻ, അല്ലെങ്കിൽ ഡിസ്കഷന് പ്രസക്തിയില്ലല്ലോ. ലോകം വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ്. ഇന്ത്യയെക്കാളും വലിയ പ്രതിസന്ധിയിലാണ് മറ്റു പല രാജ്യങ്ങൾ. അതിന് എത്ര വേണമെങ്കിലും കാര്യങ്ങൾ എനിക്ക് സമയം തരുമെങ്കിൽ പറയാം. അത് ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ധനകാര്യമന്ത്രി അതല്ല നമ്മുടെ വിഷയം. ധനകാര്യമന്ത്രി ഗിവൺ കോണ്ടെക്സ്റ്റിൽ എടുത്ത ഏപ്രിൽ ആദ്യവാരം എടുത്ത നിലപാടിൽ നിന്നും മാറാൻ നിർബന്ധിക്കപ്പെട്ട് ഇപ്പോൾ ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിന് വിധേയനാകുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യപ്പെടുന്നു. ഞാൻ എൻ്റെ അടുത്ത വിഷയത്തിലേക്ക് വരികയാണ്. അത് നല്ലതല്ല. ഞാൻ വേറൊരു ഓപ്ഷൻ പറഞ്ഞു, 15,323 കോടി രൂപ കിട്ടാനുള്ളതാണ്. ആ കിട്ടുന്നതിൽ ഡോക്ടർ തോമസ് ഐസക്ക് ശക്തിയായി വാദിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല കാര്യം, ഞങ്ങളെയൊക്കെ അദ്ദേഹമാണല്ലോ പഠിപ്പിച്ചത് ഈ വിഷയങ്ങളൊക്കെ. അതുകൊണ്ട് ആ നിലയിൽ ധനകാര്യ കമ്മീഷൻ 15,325 കോടി രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്രോക്സിമേറ്റ്ലി മോർ ദാൻ 15,000 crores. അത് ഈ വർഷത്തേക്കുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡാണ്. അത് നേരത്തെ ആക്കി തരാൻ പറയാം. അത് കുറച്ച് നേരത്തെ തന്നാൽ ഈ 6 മാസമാണല്ലോ പ്രശ്നം. ഈ 6 മാസത്തേക്ക് 1277 വെച്ച് തരുന്നതിന് പകരം ഞങ്ങൾക്കൊരു 3500 കോടി രൂപ വെച്ച് തന്നാൽ ഞങ്ങൾ അത് കണക്കിൽ കൊള്ളിച്ചോളാം. ഞങ്ങൾക്കൊരു ഒക്ടോബർ മാസത്തിന് മുമ്പ് വരെ, ഓണക്കാലം വരെയാണ് പൈസ വേണ്ടത്. ഞാനതൊക്കെ അംഗീകരിച്ചു. താഴെ തട്ടുള്ളവർക്ക് കൊടുക്കണം, എല്ലാ ആളുകൾക്കും തൊഴിലാളികൾക്ക് കൊടുക്കണം. നല്ല കാര്യം. ഞാൻ നല്ല കാര്യം ചെയ്താൽ മോശം കാര്യം എന്ന് പറയുന്ന ആളല്ല. അതുകൊണ്ട് അതിന് പകരം നിങ്ങൾ എന്തോ ഒരു തീരുമാനമെടുത്ത് ഈ ജീവനക്കാരെയും അധ്യാപകരെയും ശുണ്ഠി പിടിപ്പിച്ചാലേ എന്തോ ഗുണമുണ്ടാവുള്ളൂ എന്ന് കരുതിയാൽ അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ സി പി ജോൺ, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അതായത് താങ്കളുടെ ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നോവിച്ചു എന്നെനിക്ക് തോന്നുന്നു.
ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ധൂർത്ത് കൊണ്ടാണ് സംസ്ഥാനം ഇങ്ങനെ ഒരു കടക്കണിയിലും സാമ്പത്തിക ബാധ്യതയിലും ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു പരാമർശം അത്രയും സ്പിരിറ്റിലല്ലെങ്കിലും ഗോപാലകൃഷ്ണൻ്റെ നാവിൽ നിന്ന് വന്നു. ഗോപാലകൃഷ്ണൻ ഇപ്പോഴും അതേ അഭിപ്രായത്തിൽ നിൽക്കുകയാണോ? ഞാൻ ആദ്യമായിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും വേഗം മാറട്ടെ, അദ്ദേഹത്തിൻ്റെ എല്ലാ അസുഖങ്ങളും രോഗങ്ങളും മാറട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ധനമന്ത്രി, അങ്ങയെ പേഴ്സണലായിട്ട് പറയാനല്ല, അങ്ങയുടെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ല, ഈ കേരളത്തിൻ്റെ ചെലവിനെക്കുറിച്ച്, ധൂർത്തിനെക്കുറിച്ച്. കോവിഡ് വന്നത് എന്നാണ് സാർ? കോവിഡ് വരുന്നതിന് മുമ്പ് KSRTCയിലെ ജീവനക്കാർ ശമ്പളം കിട്ടാതെ ആത്മഹത്യ ചെയ്തില്ലേ? വിഷാദ രോഗികളായില്ലേ? മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതായില്ലേ? എന്തുകൊണ്ട് വന്നു? അതിന് ഉത്തരവാദിത്വം ആർക്കാണ് സാർ? അതിന് ഉത്തരവാദിത്വം ധനമന്ത്രിക്കല്ലേ, ഈ സർക്കാരിനല്ലേ? ഈ CP ജോണിൻ്റെ പാർട്ടി ഈ കേരളം ഭരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 1,57,370 രൂപയാണ് ആളോഹരി മലയാളിയുടെ കടം. നിങ്ങൾ 3 വർഷം ധനമന്ത്രി ആയിക്കാവോ ഇപ്പോഴത്തെ കടം എത്രയാണ് സാർ? 2,37,536 രൂപയാണ്. ഇത് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് PhDയും ഡോക്ടറേറ്റും ഒന്നുമില്ല ധനമന്ത്രിയോ അല്ലെങ്കിൽ ആ രീതിയിൽ സാമ്പത്തിക മേഖലയിൽ. ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്. പക്ഷേ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് തോന്നുന്നതാ, അങ്ങയുടെ ലേഖനം എന്ന് വായിച്ചപ്പോൾ പല കാര്യങ്ങളും ചിന്തിച്ചു. സാർ ഞാൻ ചോദിക്കട്ടെ, അങ്ങ് DA കാര്യം പറഞ്ഞു. DA എന്ന് പറഞ്ഞാൽ എന്താ? കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന ചില മാറ്റങ്ങളിൽ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അലവൻസാണ്. അതില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അത് മരവിപ്പിച്ചു. പക്ഷേ കേന്ദ്ര മന്ത്രിസഭ ജീവനക്കാരുടെ 1 രൂപയുടെ ശമ്പളം പോലും കുറയ്ക്കുന്നില്ല, 1 രൂപ പോലും ശമ്പളം പിടിക്കുന്നില്ല. അപ്പോൾ DA മരവിപ്പിച്ചതാണ് സാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. DA മരവിപ്പിച്ചിട്ടേ ഉള്ളൂ, ഇല്ലാതാക്കിയിട്ടില്ല. DA എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും സാറിന് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ശമ്പളത്തുമേ തൊട്ടിട്ടില്ല. ഇനിയും കേരളത്തെ പോലെ നമുക്ക് കോവിഡിൻ്റെ കാര്യത്തിൽ ഹരിയാന എടുക്കാം, ഗോവ എടുക്കാം, ത്രിപുര എടുക്കാം. ഹരിയാന കേരളം പോലെ തന്നെയാണ്, അത്ര വലിയ സംസ്ഥാനമൊന്നുമല്ലല്ലോ. അപ്പോൾ ഹരിയാനയിൽ എന്താ? അവിടെ 1 മാസത്തെ ശമ്പളം കൂടുതൽ കൊടുത്തിരിക്കുകയാണ് ജീവനക്കാർക്ക്. ഇനി നമുക്ക് UP വരാം. 75 കോടി ജനങ്ങളുള്ള UP, 21 കോടി ജനങ്ങളുള്ള UP, 75 ജില്ലയുള്ള UP. അവിടെ സാമൂഹിക സുരക്ഷിതത്വ പദ്ധതികൾ കേരളം നടപ്പാക്കിയതിനേക്കാൾ 4 ഇരട്ടി കൂടുതൽ നടപ്പാക്കിയിരിക്കുന്നു സാർ. അവിടുത്തെ ജീവനക്കാർക്കും അവിടുത്തെ തൊഴിലാളികൾക്കും അവിടുത്തെ എല്ലാ ആളുകൾക്കും സാമൂഹിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമായി പറയുന്ന കാര്യമല്ല. അവിടെയാണ് സാർ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ എക്സ്പെൻഡിച്ചറെ കുറിച്ച് ഇപ്പോൾ ശ്രീകണ്ഠൻ സാർ ചോദിച്ചില്ലേ? ഞങ്ങളൊക്കെ തോർത്തുമുണ്ടിൻ്റെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തിന് അങ്ങ് വിഷമിച്ചു. കേരളം 4 ദിവസം ചർച്ച ചെയ്തതാണ് സ്പീക്കറുടെ കണ്ണാടിയെക്കുറിച്ച്. കേരളം 4 ദിവസം ചർച്ച ചെയ്തതാണ് ഒരു വലിയ മന്ത്രിയുടെ മെഡിക്കൽ എക്സ്പെൻസ്. ആ മന്ത്രി എന്ന് പറഞ്ഞാൽ കോടീശ്വരന്, അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എക്സ്പെൻസിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്തതാ. ഞാൻ ചോദിക്കട്ടെ, PSC മധ്യപ്രദേശ് കേരളത്തെക്കാൾ എത്ര ലക്ഷം ആളുകൾ കൂടുതലാ, എത്ര കോടി കൂടുതലാ? ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ സാർ PSCയിൽ 13 പേര്? ഈ കേരളത്തിൽ മാത്രമല്ലേ? മധ്യപ്രദേശ് അടക്കം പല സംസ്ഥാനവും ഞാൻ നോക്കി, 3-4 പേരാ PSCയിൽ. ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് എത്ര ഉപദേശകരാ? PSCക്ക് റാങ്ക് കിട്ടിയ ചെറുപ്പക്കാർ തെരുവിൽ അലയുക. പണമില്ലെന്ന് പറഞ്ഞ നിങ്ങളെപ്പോലുള്ള ആളുകൾ, അവർക്ക് ഈ ഗവൺമെൻറ് അടക്കമുള്ള ഗവൺമെൻറ്റുകൾ അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നില്ല. ആ സമയത്ത് പണം ഹെലികോപ്റ്ററിന് ഉപയോഗിക്കുന്നു. പണം സ്പ്രിംഗ്ലർ കമ്പനിക്ക് ബോംബെയിൽ നിന്ന് ആളെ കൊണ്ടുവന്നു. ആരാ പൈസ കൊടുത്തത്? ഈ ഗവൺമെൻറ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതി CBI വാദിക്കാൻ വേണ്ടി 75 ലക്ഷം രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നല്ലേ കൊടുത്തത്? പറയുമ്പോൾ ഉമ്മൻചാണ്ടി കൊടുത്തു എന്ന് പറയും, നിങ്ങൾ കൊടുത്തു എന്ന് പറയും. ഞങ്ങൾ ഭരിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ ഇതൊക്കെ കേരളീയൻ്റെ പൈസയാണ്. അവിടെയാണ് സാർ ധൂർത്ത് എന്ന് പറയുന്നത്. ആ ധൂർത്ത് എന്ന് പറയുമ്പോൾ അങ്ങ് പേഴ്സണലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ അനാവശ്യമായ ധൂർത്ത് കേരളത്തിൽ നടക്കുന്നത് മാധ്യമങ്ങളിലെ ചർച്ചയാണ്. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ, ആ അവസ്ഥ പരിതാപകരമായിട്ടുള്ള അവസ്ഥ കോവിഡ് വന്നതുകൊണ്ടുണ്ടായതാണ് എന്ന് അങ്ങ് പറയരുത്. അതേ സമയത്ത് ഇന്ന് നമുക്ക് വലിയ പ്രതിസന്ധി. ഞാൻ താങ്കൾക്ക് ഒരു മറുപടി ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിനോട് ചോദിക്കുന്നു. നമുക്കത് മേടിക്കാം. പറയാം. ഡോക്ടർ തോമസ് ഐസക്, ഗോപാലകൃഷ്ണൻ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. അതേസമയം കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടുന്നില്ല എന്ന അഭിപ്രായഗതി താങ്കൾ കുറേ കാലമായി ഉയർത്തുന്നു. ഇപ്പം ഞാനതിപ്പം ഗോപാലകൃഷ്ണനോട് തറപ്പിച്ച് ചോദിച്ചാലും ഗോപാലകൃഷ്ണൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കുറേ മറുപടി പറയാൻ പറ്റുമെങ്കിലും അതിൽ അടിസ്ഥാനപരമായി നിർമ്മല സീതാരാമൻ തീരുമാനിക്കേണ്ട കാര്യമാണ്, അല്ലെ പ്രധാനമന്ത്രി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ടു. അതായത് PSCയിൽ ആൾ കൂട്ടുന്നു, നമ്മൾ ചെലവ് ചുരുക്കേണ്ട ചില മേഖലകളിലെങ്കിലും ധൂർത്തിൻ്റെ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആളുകൾ സംശയിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക്.
ആദ്യം ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെയല്ല, നിയമം ആരോപിച്ചു, രണ്ടാം കൊടുത്തു തുടങ്ങുമ്പോഴേ ഈ കുടിശ്ശിക കൊടുക്കൂലെന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് കട്ടെന്ന് പറയുന്നത്. പത്രമൊട്ട് അത്ര നിഷ്കളങ്കമായിട്ടുള്ളൊരു ഏർപ്പാടൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ വിമാനത്തിന് പോണു, അല്ലെങ്കിൽ വാടകയ്ക്കെടുത്തു ഹെലികോപ്റ്റർ, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് നോക്കാമെന്ന്. എന്താ പ്രധാനമന്ത്രിയുടെ യാത്രക്കുള്ള ചിലവ്? എന്താ അവിടുത്തെ പട്ടേൽ പ്രതിമയുടെ ചിലവ്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ചിലവുകൾ അവിടെയുണ്ട്. ഇവിടെ നിന്നുള്ള വിമർശനമുണ്ട്. നിങ്ങളിവിടെ നടത്തുന്ന ചില ചിലവിനെക്കുറിച്ച് വിമർശനമുണ്ട്. ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് നമുക്ക് ഏതൊക്കെ വേണ്ട എന്നൊക്കെ ഉള്ളത് നോക്കാമെന്ന്. അല്ലാതെ ചിലവാക്കിയിട്ടുള്ള ചെയ്തിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെ ഏകഭദ്രം എന്നൊക്കെ ഞങ്ങളെല്ലാം വാദിക്കൂ. ഇപ്പോൾ ചില വ്യയ നിയന്ത്രണങ്ങൾക്ക് വേണ്ട ഇനിയും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടെങ്കിൽ എത്ര വരും തുക? ഞാൻ പറയുന്നു, ഏറിയാൽ ഈ 4 വർഷത്തെയും കൂടി പറഞ്ഞത് ഒരു 20 കോടി രൂപ വന്നിട്ടുണ്ടാകും. ദാറ്റ്സ് ഓൾ. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട എന്നൊരു സമ്മതത്തിൽ വന്നാലും ഇതേ ഉള്ളോട്ടോ ഈ ദൂർത്തെന്ന് പറയുന്നതിൽ അതിൽ നിൽക്കും. അതുകൊണ്ട് മൗണ്ടൻ ഓഫ് എ മോൾ ഹിൽ എന്നുള്ളൊരു ചൊല്ലുണ്ട്, ഒരു കാട്ടുറുമ്പിനെ ആനയാക്കണ പരിപാടി. അതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ഡിബേറ്റിലും കാര്യങ്ങളിലൊക്കെ ഉന്നയിക്കാമെന്നല്ലാതെ ഈ ദൂർത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ പ്രതിസന്ധി വരാമെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഇന്നിപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല, ഇന്ത്യ സർക്കാരും ലോകത്തെ രാജ്യങ്ങളും, എല്ലാ സർക്കാരും, അമേരിക്കൻ സർക്കാരടക്കം അവരുടെ ദേശീയ വരുമാനത്തിൻ്റെ 10% വരുന്ന തുകയാണ് അവർ അച്ചടിച്ച് നോട്ടിറക്കണത്. അപ്പോൾ ഇതാണ് ലോകത്തെ അവസ്ഥാവിശേഷം. അങ്ങനെ കേരളത്തിൽ മാത്രം അയ്യോ പണ്ട് ചെയ്ത തെറ്റിൻ്റെ ഫലമാണ്, ബാക്കി എല്ലായിടത്തും ഇപ്പോൾ ഉള്ള പ്രതിസന്ധിയുടെ ഫലം, അങ്ങനെയൊന്നും പറയല്ലേ. ഇങ്ങനെ ഗൗരവമായിട്ടുള്ള ധനപരമായിട്ടുള്ള പ്രതിസന്ധി കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ള പ്രശ്നം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പണം റിസർവ് ബാങ്കിൽ നിന്ന് മേടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ വായ്പ എടുക്കുന്നതിനോ ഒന്നുമുള്ള അവകാശങ്ങളില്ലാത്തതുകൊണ്ട് ഉള്ള വരുമാനത്തിൽ ചെലവ് നിർത്താൻ നിർബന്ധിതരാണ്, വേറെ വഴിയൊന്നുമില്ല. ജോൺ പറയുന്നത് 1200 പകരം 3500 വെച്ച് ചോദിച്ച് മേടിക്കായിരുന്നില്ലേ? അത് ചോദിക്കാഞ്ഞിട്ടാ? എത്ര നിഷ്കളങ്കനാണ് ജോൺ നിങ്ങൾ ഗോപാലകൃഷ്ണൻ്റെ പാർട്ടിയെക്കുറിച്ച്. ഇപ്പം അങ്ങനെയാണ് ചിന്ത. അങ്ങനെ ചോദിച്ചാൽ BJP സർക്കാർ എടുത്ത് തരുമെന്നുള്ളതാണ് അല്ലേ? ജോൺ, ഈ മാസം GST നികുതി 200 കോടിയില്ല, എല്ലാം 150 കോടിയാണ് GST നികുതി. നമുക്ക് 2000 കോടി കിട്ടേണ്ടതാ. 1850 തരണം നഷ്ടപരിഹാരമായിട്ട് തരൂലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിക്ക് മുമ്പുള്ള 3000 കോടി കുടിശ്ശികയുണ്ടെന്ന്. ഈ കോവിഡ് വന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അധികം തന്നിട്ടുണ്ടോ? നിയമപരമായി ഭരണഘടനാപരമായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ, ഇന്റർനാഷണൽ മൈഗ്രേഷൻ യൂണിയൻ ലിസ്റ്റിലല്ലേ? അവരുടെ റീഹാബിലിറ്റേഷനും എല്ലാം വേണ്ടി വരുന്ന പണം പൂർണ്ണമായിട്ട് കേന്ദ്രം തരേണ്ടതല്ലേ? എന്തെങ്കിലും സംസ്ഥാനത്തിന് തരുന്നുണ്ടോ എന്ന്? എന്തേ ജോൺ നിങ്ങൾക്ക് ഇതിൽ പ്രതിഷേധമില്ലാതെ പോണത്? അതിന് പകരം ജോൺ പറയുന്നത് അതങ്ങ് ചോദിച്ചാൽ പോരെ, 1500 പകരം 3000 ഞാനിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് വീണ്ടും ഞാൻ മറുപടി പറയാൻ നിൽക്കുന്നില്ല. ജോൺ പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യരുത്, കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മി കുറയും, കമ്മി കുറഞ്ഞാൽ നമ്മുടെ ഈ 15,000 കോടിയിൽ നിന്ന് കിട്ടുന്ന കുറയും. ജോൺ, ഞാൻ പറഞ്ഞ കാര്യം പിന്നെ എന്നെ കൊണ്ട് പറയിക്കണം എന്തിനാ? അത് അവാർഡായി കഴിഞ്ഞാൽ അതിനൊന്നും പറ്റാൻ പോണില്ല. ഭാവിയിലുള്ളത് ഈ ഫിനാൻസ് കമ്മീഷൻ്റെ ഈ വർഷവും പോലും ഇനി റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫിനാൻസ് കമ്മീഷനോട് സംസ്ഥാനങ്ങൾ പറയുന്നത് നിങ്ങൾ 1 വർഷം കൂടി കഴിഞ്ഞ് റിപ്പോർട്ട് ഉണ്ടാക്കി. എന്തടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്? ആ രീതിയിലാണ് സാമ്പത്തിക നില പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങളുണ്ടാവും, രാഷ്ട്രീയമായിട്ടും എല്ലാം. പക്ഷേ എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യം നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഒക്കെ
ഇതുവരെ അഭിമുഖീകരിക്കാത്ത വലിയൊരു വിപത്തിനെ നേരിടുകയാണ്. അത് ക്ലാരിറ്റിക്ക് വേണ്ടി ഡോക്ടർ തോമസ് ഐസക് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് GST വരുമാനത്തിന്റെ ഷെയർ ഇതൊക്കെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് അർഹമായ വിഹിതം പിടിച്ചു വാങ്ങാൻ കുറച്ചു കാലമായി താങ്കൾ കത്തുകൾ അയക്കുകയും വിളിക്കുകയും താങ്കൾ ധനമന്ത്രിമാരുടെ സമ്മേളനം വിളിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്? കാരണം കേന്ദ്ര സർക്കാരും അവർക്കും അറിയാമല്ലോ സംസ്ഥാനങ്ങൾ വല്ലാതെ ക്ലേശിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. അവരുടെ ഭാഗത്ത് നിന്ന് വളരെ അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് നീങ്ങുന്നതായി സൂചനയുണ്ടോ? ധനമന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു സൂചനയില്ല. പാർലമെൻറ്റിന് നടക്കുമ്പോൾ ചേർന്ന GST കൗൺസിൽ പറഞ്ഞത് പാർലമെൻറ്റ് അവസാനിച്ചാൽ എത്രയും പെട്ടെന്ന് GST കൗൺസിൽ ചേർന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പാർലമെൻറ്റ് അവസാനിച്ചിട്ട് മാസം ഇപ്പോൾ 1.5 ഒരു വീഡിയോ കോൺഫറൻസിംഗ് നടത്തണ്ടേ? ഒരു വീഡിയോ കോൺഫറൻസ് എങ്കിലും ഇല്ല. 3 കത്തയച്ചു, ഒരു കത്തിന് പോലും മറുപടിയില്ല. എല്ലാ സംസ്ഥാനങ്ങളും കത്തയച്ചുകൊണ്ടിരിക്കുക, BJP സംസ്ഥാനങ്ങളടക്കം. സംസ്ഥാനങ്ങളോട് പറയണത് ഫലത്തിൽ നിങ്ങൾ ചെലവ് ചുരുക്കുന്നതാണ്. ഈ അസംബന്ധത്തിനൊരു അതിര് വേണ്ടിയെന്ന്. കേന്ദ്ര സർക്കാർ ഏതായാലും ചെലവ് അവിടെ വർദ്ധിക്കുന്നുണ്ട്. വായ്പ അവിടെ 4% കമ്മി, ഈ വർഷം അതിനേക്കാൾ കൂടും. അപ്പോൾ മാന്യമായതുകൊണ്ട് കേന്ദ്ര സർക്കാർ ചിലവ് വർദ്ധിപ്പിക്കുന്നു. പാക്കേജ്, സ്റ്റിമുലസ് പാക്കേജ് പ്രഖ്യാപിക്കുന്നു. 1.25 ലക്ഷം കോടി രൂപ അവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുക്കുന്നു. പക്ഷേ സംസ്ഥാനത്തോട് പറഞ്ഞാൽ എന്താ? വരുമാനത്തിനനുസരിച്ച് ചിലവ് ചുരുക്കണമെന്നാണ്. അപ്പോൾ ഒരു സർക്കാരിന് ഒരു കൈ ചെലവ് ചുരുക്കുന്നു, മറുകൈ ചെലവ് വർദ്ധിപ്പിക്കുന്നു. ഇതല്ല വേണ്ടത്. കേന്ദ്ര സംസ്ഥാനങ്ങൾ ഒരുമിച്ച് സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നതിന് വലിയൊരു സ്റ്റിമുലസ് പാക്കേജ് നാട്ടിൽ നടപ്പാക്കണം. അതിനുള്ള മുൻകൈ കേന്ദ്ര സർക്കാർ എടുക്കണം. ഇന്നേ വരെ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. ധനമന്ത്രിയുടെ പാക്കേജ് വർദ്ധിപ്പിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ 2 കഴിഞ്ഞല്ലോ. എവിടെയെങ്കിലും സംസ്ഥാനത്തിനൊരു സ്റ്റിമുലസ്, സംസ്ഥാനത്തിന് അധിക ധനസഹായം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ഫെഡറൽ ഭരണഘടനയാണ് നമുക്കുള്ളത്. സംസ്ഥാനങ്ങളെന്ന് പറയുന്ന ഒന്നുണ്ട്. അത് കേരളം മാത്രമല്ല, എല്ലാ പാർട്ടിയും ഭരിക്കുന്നത് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും BJP അല്ലാത്തവരാണ്. ഓക്കെ അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനങ്ങളാണ് ഈ കോവിഡിനെതിരായിട്ട് ഫ്രണ്ട് ലൈൻ ഫൈറ്റേഴ്സ്, അവർക്ക് ശക്തിപ്പെടുത്തണം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. വാചകം അടിച്ചുകൊണ്ട് കാര്യമില്ല, പ്രസംഗം നടത്തിക്കൊണ്ട് കാര്യമില്ല. കാശ് അത് ധനസഹായം കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CP ജോൺ, ഞാൻ ഡോക്ടർ അജിത്തിലേക്കും ഡോക്ടർ N. അജിത് കുമാറിലേക്കും അതുപോലെ ഡോക്ടർ പ്രവീണിലേക്കും എനിക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ ശ്രീ ഗോപാലകൃഷ്ണനും കൈ കാണിക്കുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഞാൻ വരുന്നുണ്ട്. ശ്രീ CP ജോൺ, നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർപ്പിക്കുന്ന സമയപരിമിതിയാണ് എന്ന് മാത്രം. അതായത് ഈ ഡോക്ടർ തോമസ് ഐസക്കിന്റെ അഭിപ്രായങ്ങൾ താങ്കൾ കേട്ടു. താങ്കൾ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങിക്കാൻ എന്നുള്ള കാര്യം നമുക്കുമൊക്കെ അനുഭവമുണ്ട്. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയല്ല. കാരണം ഗവൺമെൻറ് എന്തോ പ്രായോഗികമായ കാരണങ്ങളാണോ എന്നറിയില്ല, അതോ ഇനി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളാണോ എന്നറിയില്ല. എന്തായാലും സംസ്ഥാനത്തിന് കിട്ടുന്ന അർഹമായ വിഹിതം കിട്ടുന്നില്ല എന്ന് കുറച്ചു കാലമായി ധനമന്ത്രി പറയുന്നുണ്ട്. ശ്രീ CP ജോൺ, കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട പൈസ വാങ്ങിക്കാൻ പ്രതിപക്ഷത്തെ കൂടെ വിശ്വാസത്തിലെടുക്കണമെന്നാണ് ഡേ 1 തൊട്ട് ഞാൻ പറയുന്നത്. കേന്ദ്രം ചെയ്യുന്ന നടപടികൾ ശരിയാണെന്നുള്ള അഭിപ്രായമില്ല. പക്ഷെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും എതിർക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അവർ സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ഇപ്പോൾ GST കൗൺസിലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ മറ്റ് നടപടികളിലാണെങ്കിലും മോശമായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ വീണ്ടും ഡോക്ടർ തോമസ് ഐസക്കിനോട് സാങ്കേതികമാണെങ്കിൽ പോലും പറയാം, 15,000 കോടി നമുക്ക് തരാമെന്ന് പറഞ്ഞത് 70,000 കോടിയിൽ നിന്നാണ്. ആ 70,000 കോടി ഒരു സാങ്കല്പിക സംഖ്യയാണ്. അതേസമയം അതിൻ്റെ പകുതി മാത്രമേ 30,000 കോടി മാത്രമേ ബജറ്റിൽ മാറ്റി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡേ 1 തൊട്ട് പറഞ്ഞത് ഈ 15,000 കോടിയും അതുപോലെ GST കൗൺസിലിൽ നിന്ന് കിട്ടാനുള്ള പണവും വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ജനകീയ സമ്മർദ്ദം കേരളത്തിലും അതിനുള്ള അവസരമുണ്ടല്ലോ. ഇവിടെ UDF LDF യോജിക്കേണ്ട സമയത്ത് ഒരുമിച്ച് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയില്ലേ? ഇപ്പോൾ നമ്മുടെ ബില്ല് വന്ന സമയത്ത്, സിറ്റിസൺഷിപ്പ് ബില്ല് വന്ന സമയത്ത്
കോപ്പറേറ്റീവ് പ്രോബ്ലം വന്ന സമയത്ത്. അതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിനെതിരായി ഗവൺമെൻറ്റിൻ്റെ ഈ ജനങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ചോദിച്ച് വാങ്ങിക്കുന്നതിൽ ഞാൻ UDFിലെ ഒരു ലേസൺ കമ്മിറ്റി അംഗമെന്നുള്ള നിലയ്ക്ക് പൂർണ്ണ ഉത്തരവാദിത്വത്തോട് പറയുന്നു, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പൈസ ചോദിച്ചു വാങ്ങാൻ ഗവൺമെൻറ് ശ്രമിച്ചാൽ അതിൻ്റെ കൂടെ UDF ഉണ്ട്, ഒരു സംശയം ആർക്കും വേണ്ട, അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട്. താഴെത്തട്ടിൽ പഞ്ചായത്തുകളിൽ 40% UDF അല്ലേ, 40% സ്ഥലങ്ങളിലും എവിടെയെങ്കിലും വല്ല അസ്വാരസ്യം ഉണ്ടോ? ഒരു അസ്വാരസ്യവും ഇല്ല. അപ്പോൾ മുകളിൽ നിന്ന് ചോദിക്കാനും താഴെ സഹകരിക്കാനും ഉണ്ട്. പക്ഷെ നിങ്ങൾ മധ്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനം ഏകപക്ഷീയമായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചാൽ ഞങ്ങളൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് താല്പര്യമുള്ള യൂണിയനുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിയനുണ്ട്. ആ യൂണിയനുകൾ ട്രേഡ് യൂണിയൻ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. അവരോടും കൂടെ ചോദിക്കാതെ ഇത്തരത്തിൽ നിങ്ങൾ കട്ട് ചെയ്യുന്നു. ആദ്യം പറഞ്ഞു സാലറി ചാലഞ്ച് എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു ഡെഫർമെൻ്റ് എന്ന് പറയുന്നു, ആ ഡെഫർമെൻ്റ് തരാമെന്ന് പറയാതിരിക്കുന്നു. ഇത്തരത്തിൽ ഐക്യത്തിൻ്റെ അന്തരീക്ഷം നഷ്ടമാക്കരുത് എന്നാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞത്. അതുകൊണ്ട് ഐക്യത്തിൻ്റെ അന്തരീക്ഷം ഈ രോഗ പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ടുള്ള ഐക്യത്തിൻ്റെ അന്തരീക്ഷം ആരാണ് തകർത്തത് എന്ന് നിങ്ങൾ ആത്മവിമർശനം ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ അധിക ചെലവിനെ സംബന്ധിച്ച് അദ്ദേഹം ഭംഗ്യന്തരയുടെ പറഞ്ഞു. ഒരു ധനകാര്യമന്ത്രി ചാൻസലർ ഓഫ് എക്സ്ചക്കർ ആണല്ലോ സാങ്കേതികമായിട്ട് നമ്മൾ ബ്രിട്ടീഷ് പാരമ്പര്യം അനുസരിച്ച്. ധനവകുപ്പെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അധിക ചെലവുകളുടെയും മോഴി കത്രിക വയ്ക്കുന്നതാണ്. പ്ലാനിങ്ങിൻ്റെ മുകളിൽ പോലും ഇത്ര വേണ്ട എന്ന് പറയലാണല്ലോ ഫിനാൻസിൻ്റെ ഒരു ജോലി. അവരാണ് മടിശീല സൂക്ഷിപ്പുകാർ. അത് സൂക്ഷിച്ചോ? ഇത്രയും ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം നിയമസഭയിൽ പ്രസംഗിക്കാൻ അധികാരമുള്ള ആളല്ലേ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ? അദ്ദേഹത്തിന് എന്തിനാ മന്ത്രി പദവി? അപ്പോൾ വേറൊരു മന്ത്രി പദവി, ഡൽഹിയിൽ മറ്റൊരു മന്ത്രി പദവി, ഇതെല്ലാം കൂടെ ചേർത്താലും 50 കോടി രൂപയെ 20 കോടി രൂപയെ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഓസ്റ്ററിറ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഷോക്കേസാണ്. ഓസ്റ്ററിറ്റി മെഷേഴ്സ് കൊണ്ട് ലാഭം ഉണ്ടാവില്ല. ഇപ്പോൾ ഫോൺ കുറച്ച് വിളിച്ചാൽ കൊണ്ടൊന്നും ലാഭമൊന്നും ഐസൊക്കെ പറഞ്ഞ് ശരിയാണ്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഭരണാധികാരികൾ വളരെ മിതവ്യയക്കാരാണ്. അവരതെല്ലാം കുറച്ചിരിക്കുന്നു. ഇപ്പോൾ MLA-മാരുടെ ശമ്പളം വെട്ടിക്കുറച്ചാൽ അതിന് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. പക്ഷേ MLA-മാരുടെ ശമ്പളം കുറഞ്ഞില്ല. അതാണ് ഓസ്റ്ററിറ്റി. അപ്പോൾ ഓസ്റ്ററിറ്റി മെഷേഴ്സിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിച്ചില്ല. ഞാൻ അതവിടെ നിൽക്കുകയാണ്, ഞാൻ ഐസൊക്കെ പറഞ്ഞ പോലെ അതിൽ നിന്നും കൂടിപ്പോയാൽ 100 കോടി കിട്ടും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം തീരുന്നില്ല. നമ്മുടെ പ്രശ്നം തീരണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് ചോദിച്ചു വാങ്ങണം. അവരുടെ സദ്ഗുണങ്ങൾ കൊണ്ട് കിട്ടാനല്ല. ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്റുകളും, ഇപ്പോൾ മഹാരാഷ്ട്ര പോലും കോൺഗ്രസ് പിന്താങ്ങുന്ന ഗവൺമെൻറ്റാണ്, പഞ്ചാബ് ഗവൺമെൻറ് ഉണ്ട്, രാജസ്ഥാൻ ഗവൺമെൻറ് ഉണ്ട്. ആ തരത്തിലുള്ള എല്ലാ ഗവൺമെൻറ്റുകളെയും യോജിപ്പിക്കണം. അതിനു പകരം വിയോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ്. ജീവനക്കാരെ ഒന്നിപ്പിക്കണം. ഞാൻ ഇപ്പോഴും പറഞ്ഞതിന് മറുപടി പറഞ്ഞല്ലോ, ഡോക്ടർമാരും നേഴ്സുമാരും. ഡോക്ടർമാർക്ക് നേഴ്സുമാർക്കെങ്കിലും ശമ്പളം വെട്ടിക്കുറക്കാതിരിക്കണ്ടേ? പോലീസുകാർക്ക് വെട്ടിക്കുറക്കാതിരിക്കണ്ടേ? അവിടെയൊക്കെയാണ് യോജിപ്പുണ്ടാക്കേണ്ടത്. ഓക്കെ CP ജോൺ, ഞാൻ താങ്കൾ വരാം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകണം. അതിനു മുമ്പ് തന്നെ താങ്കളുടെ അഭിപ്രായങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞോളൂ. അതുപോലെ ഡോക്ടർ അജിത് കുമാർ, ഡോക്ടർ പ്രവീൺ സാഗൽ, ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളിലേക്കും വരും. ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കൾ വളരെ സംക്ഷിപ്തമായി സംസാരിച്ചാൽ ഉപകാരമായി. ഞാൻ സംക്ഷിപ്തമായിട്ട് തന്നെ സംസാരിക്കാം. ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇവിടെ DA-യുടെ കാര്യം പറഞ്ഞത് തെറ്റാണ്. വർദ്ധിപ്പിച്ച DA മാത്രം അതാണ് മരവിപ്പിച്ചിരിക്കുന്നത്, അല്ല DA ഇല്ലാതാക്കി എന്ന് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുക, കേരളത്തിൻ്റെ DA ഇവിടെ കോവിഡ് വരുന്നതിന് മുമ്പ് അങ്ങ് കൊടുക്കേണ്ട 3 DA കൊടുത്തിട്ടില്ല സാർ. ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് ഈ DA മേടിക്കുന്ന ആളുകൾ. അവരെന്നോട് സംസാരിച്ചിട്ടുണ്ട്, കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് നാം DA കൊടുത്തില്ല. ഇനി അടിസ്ഥാനപരമായ 2 കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അമേരിക്കയുടെ കാര്യം. അമേരിക്കയുടെയും ജപ്പാനെയും പോലെയുള്ള ഒരു ബിഗ് ബാങ് ആയിട്ടുള്ള ഒരു പോളിസി അല്ലല്ലോ ഇന്ത്യയുടേത്. അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഒറ്റ പൈസ പോലും തരുന്നില്ല, നയാ പൈസ തരുന്നില്ല. 872 കോടി രൂപ ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിന് കിട്ടിയിട്ടില്ലേ സാർ? കിസാൻ പദ്ധതിയിലൂടെയും സ്ത്രീകൾക്ക് കൊടുത്തതിലും ഒക്കെ വ്യത്യസ്തമായ, അതല്ലാതെ 872 കോടി രൂപ സാധാരണ ജനങ്ങളിലേക്ക് പോയി. 419 കോടി രൂപ ധനമന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് കിട്ടി. 1276 കോടി രൂപ
അധിക അഡ്വാൻസ് എന്ന നിലയിൽ മറ്റൊരു സംസ്ഥാനത്തും അത്ര കൊടുത്തിട്ടില്ല. മഹാരാഷ്ട്രയേക്കാൾ കൂടുതൽ കേരളത്തിന് കിട്ടി. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്രം കേരളത്തെ കാണുന്നില്ല, തരുന്നില്ല? അതിൻ്റെ കൂടെ ശ്രീകണ്ഠൻ സാറും പറഞ്ഞു എനിക്കും തോന്നുന്നു എന്ന് പറഞ്ഞു. 24 എനിക്കും തോന്നുന്നല്ല ഗോപാലകൃഷ്ണൻ, കുറച്ച് കാലമായി ഗോപാലകൃഷ്ണൻ, എനിക്ക് തോന്നുന്നതല്ല, കുറച്ച് കാലമായി സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു. നമ്മളത് വിശ്വസിക്കണമല്ലോ, സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത്. സാർ ഒരു മിനിറ്റ്, കുറച്ച് അല്ല, അതാണ് സംസ്ഥാന ധനമന്ത്രി പറയുന്നത്. ശുദ്ധ അസംബന്ധം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. അദ്ദേഹം ഉണ്ടാക്കി വെച്ച കേരളത്തിലെ കടം മുഴുവൻ വീട്ടാൻ കേന്ദ്രത്തിൽ നിന്ന് പൈസ തരുമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. പിന്നെ ജി എസ് ടിയുടെ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ്റിനും കൊടുത്തിട്ടില്ലല്ലോ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ജി എസ് ടിയുടെ പൈസ മുഴുവൻ കൊടുത്തിട്ട് കേരളത്തിലെ ധനമന്ത്രിക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി തോമസ് ഐസക് എന്ന് പറയുന്ന ധനമന്ത്രിയുടെ കൂടെ നിന്നുകൊണ്ട് അതിനെതിരായിട്ട് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കൊടുത്തതെല്ലാം ഈ കേരളത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ദുരന്ത നിവാരണത്തിന് 157 കോടിയെ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ പറയുന്നതിലുള്ള ചില കാര്യങ്ങൾ, പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ തീർക്കാം. ഒറ്റ കാര്യം വിദേശ ടൂറിന് പോകും. പ്രധാനമന്ത്രി വിദേശ ടൂറിന് പോകുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അതിന് മറുപടി പറയാതിരിക്കാൻ വയ്യ. കുടുംബക്കാര്യം കൊണ്ടല്ല, ഉല്ലാസയാത്ര. നമുക്ക് മറ്റൊരു ടൂറുകളെ കുറിച്ച്, നമുക്ക് ദൂരത്തിനെ കുറിച്ച് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം. എൻകൗണ്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഈ ചർച്ച തുടരുകയാണ്. ഞാൻ ഡോക്ടർ അജിത് കുമാറിലേക്ക് പോകും. ഡോക്ടർ അജിത് കുമാർ, നമുക്കിനി ഏതാണ്ട് ഒരു 8 മിനിറ്റിൽ താഴെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എനിക്കറിയാം താങ്കൾക്ക് കുറച്ച് സമയം എനിക്ക് തരാൻ പറ്റുള്ളൂ. മറ്റൊരു ചർച്ചയിൽ നമുക്ക് കോൺവെർസേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ അജിത് കുമാർ, ഈ പറഞ്ഞ നിലപാടുകളെല്ലാം താങ്കൾ കേട്ടു. താങ്കൾ ഒരു സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാവുന്ന ഒരാളുമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ താങ്കളുടെ നിലപാടെന്താണ്? അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ സാമ്പത്തിക വശം മാത്രം നോക്കിയിട്ട് വന്ന ആളാണ്. എനിക്കിവരുടെ ഈ ആക്ച്വലി 3 പേരുടെയും വല്ലാതെ ഒരു രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കേരളം നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒരു കേരളത്തിന് മാത്രമുള്ളൊരു പ്രശ്നം മാത്രമല്ല. ഇപ്പം തന്നെ നമുക്കറിയാം, അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഈ വർഷം ഏകദേശം 2% വളർച്ച കുറയാൻ പോവാണ്. അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ധനകാര്യ മാനേജ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ടെന്ന് യാതൊരു സംശയം വേണ്ട. എന്ത് ആൾക്കാർ തോമസ് ഐസക്കിനെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് പറ്റി എനിക്ക് യാതൊരു പരാതിയില്ല. കാരണം ഇന്ത്യയുടെ GDP ഗ്രോത്തിനേക്കാൾ എല്ലാ വർഷവും ഉയർന്ന GDP ഗ്രോത്തിലാണ് കേരളം പോയിരിക്കുന്നത്. SDP ഗ്രോത്ത് എപ്പോഴും നാഷണൽ GDP ഗ്രോത്തിനേക്കാളും കൂടുതലാണ്. പക്ഷെ അത് മാറാൻ പോവാണ്. കാരണം യാതൊരു സംശയം വേണ്ട, ഇപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഇപ്പം തന്നെ നമുക്ക് കാണുന്നത് 2021 പ്രതീക്ഷിക്കുന്നത് പോലും 0.8% മുതൽ 1.1% വരെ മാത്രമേ നമ്മൾ അടുത്ത വർഷം വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളം ഒരു നെഗറ്റീവ് ഗ്രോത്ത് റേറ്റിലേക്ക് പോലും പോകാം എന്നൊരു അനുമാനമാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ ഒരു വ്യക്തി ഗവൺമെൻറ്റിൽ ഇരുന്നുകൊണ്ട് എപ്പോഴാണ് ഞങ്ങൾ സാലറി റീഫണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായിട്ട് സംസാരിച്ചാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ജോൺ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. നമ്മൾ ഡെഫർ എന്ന് പറയുമ്പോൾ കൃത്യത വേണമെന്ന്. കൃത്യത പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 0.8% രാജ്യം വളരാൻ പോണത്. അതിനേക്കാൾ കൂടുതൽ വളർന്നാൽ നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് തീർച്ചയായിട്ടും കേരളത്തിനുണ്ടാവും. കേരളത്തിൻ്റെ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 2021. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഓരോ പോളിസീസ് വരുമ്പോൾ അതിനൊരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പോൾ കോവിഡിനെ കുറിച്ച് നമ്മൾ പറയുന്നു, കോവിഡ് എപ്പോൾ അവസാനിക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും അറിയോ? പലരും പറയുന്നത് കോവിഡ് നമ്മളെയും കൊണ്ട് പോകാണോ എന്ന് പോലും സംസാരിക്കുന്ന ഈ അവസരത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വന്നിരുന്നു. നമ്മൾ ഈ വൈറസുമായി കുറെ കാലം ജീവിച്ചേ പറ്റൂ, ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നവരെ അങ്ങനെ നമ്മൾ പടപുരുതി ജീവിച്ചേ പറ്റൂ എന്ന് WHO പറഞ്ഞു. അപ്പോൾ നമ്മൾ അതൊരു യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ വൈറസ് കൊണ്ട് ചിലപ്പോൾ അടുത്ത മാസം മരണനിരക്ക് കുറഞ്ഞെന്ന് വരാം. എന്നിരുന്നാലും ഈ ഒരു ഭാഗത്ത് ഈ വൈറസ് ഉണ്ടാവും. ഈ H1N1 പോലെ ഒരു വൈറസായി ഇതിങ്ങനെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. തീർച്ചയായിട്ടും ശരിക്കും ഒരു സ്മോൾ പോക്സിൻ്റെ ഒരു ഭാഗമാണ്. പണ്ട് സ്മോൾ പോക്സ് തന്നെയാണ് ചെയ്തിരുന്നത്. സ്മോൾ പോക്സ് വന്നുകൊണ്ട് ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ തിന്നിരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്മോൾ പോക്സിൻ്റെ ഇഫക്റ്റ് കേരളത്തിലുണ്ടായിരുന്നതും എൻ്റെ വീട്ടിൽ തന്നെ ശരിക്കും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ 2 മരണങ്ങൾ നടന്നു ആ സമയത്ത്. ആ ഒരു സിറ്റുവേഷൻ എല്ലായിടത്തും നടന്നു. എന്നിട്ട് അവസാനം വാക്സിൻ വന്നപ്പോഴാണ് സ്മോൾ പോക്സ് നമ്മൾ ഓവർകം ചെയ്തത്. അതേ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ
തീർച്ചയായിട്ടും അതേ സിറ്റുവേഷനിലുള്ള സാമ്പത്തിക വിഷയം നോക്കുമ്പോൾ മാത്രമല്ല ഇത് ഗ്രേറ്റ് ഡിപ്രഷനേക്കാളും വേഴ്സാണ്. ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ് നമ്മൾ 1930s നമ്മൾ കണ്ടത് അത് മുഴുവൻ നാം നോക്കുമ്പോൾ റഷ്യ പോലെ രാജ്യങ്ങൾക്കൊന്നും തീരെ ഇഫക്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു ഈസ്റ്റേൺ യൂറോപ്പിനും വലിയ എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. ഇന്നങ്ങനെയല്ല, 210 രാജ്യങ്ങളാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു സാമ്പത്തിക സ്ഥിതി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താണ് ഫ്യൂച്ചർ എന്ന് ഇത്രയും അൺസർട്ടൺ ആകുമ്പോൾ ഞാൻ രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ ഗെഹ്ലോട്ടിൻ്റെ വാക്കാണ് പറയുന്നത്, ലെറ്റ് us സേവ് ലൈവ്സ്, വി വിൽ തിങ്ക് ഓഫ് ദി ഇക്കോണമി ലേറ്റർ എന്ന് മാത്രമേ ഈ അവസരത്തിൽ. താങ്ക് യു ഡോക്ടർ അജിത് കുമാർ. ഞാൻ ഡോക്ടർ പ്രവീണിലേക്ക് പറയാം. ഡോക്ടർ പ്രവീൺ, അതായത് സിറ്റുവേഷൻ നമ്മൾ ഇത്രയും കടുത്ത രീതിയിൽ ഈ സാമ്പത്തിക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ അധ്യാപക യൂണിയൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ജീവനക്കാർ, നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഓരോ ദിവസവും ജോലി ചെയ്ത് കൂലി വാങ്ങി കടയിൽ പോയി അരിയും സാധനങ്ങളും വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു വലിയ സംഘം ജനത ഇത് ചിലപ്പോൾ ഈ ടെലിവിഷനിൽ ഈ സംവാദം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഓർഗനൈസ്ഡ് അല്ല, അവർ അസംഘടിതരാണ്. പക്ഷേ അവരുടെ ദുരന്തവും നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം അവരുടെ മുന്നിലാണ് നമ്മൾ സംഘടിതരായ ആളുകൾ ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ പ്രവീൺ, താങ്കൾ എന്താണ് ഒരുപക്ഷെ വരും കാലത്ത് ഇനി കുറച്ചുകൂടി അപകടകരമായ രീതിയിൽ വരും ദിവസങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അധ്യാപക യൂണിയൻ ഇതേ നിലപാടുകൾ തന്നെയായിരിക്കുമോ തുടരുക? സർക്കാരിൻ്റെ അവസ്ഥ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു, ഞാനത് മനസ്സിലാക്കുന്നു. സാറേ, 2018 പ്രളയമുണ്ടായ സമയത്ത് രാഷ്ട്രീയം നോക്കാതെ, പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ സാലറി ചലഞ്ചിൽ ഉൾപ്പെടെ പങ്കെടുത്ത ഒത്തിരി അധ്യാപകർ ഉണ്ട് കേരളീയ പൊതുസമൂഹത്തിൽ. പക്ഷേ ഫണ്ടെല്ലാം കൊടുത്തു കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് പത്രമാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ വന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു ഏരിയ സെക്രട്ടറിയുടെ കയ്യിലേക്ക് 10 ലക്ഷം വരുന്നു, അയാളുടെ ഭാര്യയുടെ പേരിൽ വരുന്നു, അയാളുടെ അളിയൻ്റെ പേരിലേക്ക് പൈസ വരുന്നു. അപ്പോൾ ഒരു ജില്ലയിൽ 14 ജില്ലയിൽ ഒരു ജില്ലയിലെ ജില്ലാ ഭരണകൂടം അന്വേഷിച്ചപ്പോൾ തന്നെ 7.5 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തി. അപ്പോൾ ഈ പൈസ കൊടുക്കുന്നവർക്ക് സാധാരണമായി ഒരു ആശങ്ക ഉണ്ടാവില്ലേ, ഞങ്ങൾ കൊടുക്കുന്ന പൈസയൊക്കെ നല്ല കാര്യങ്ങൾക്കാണോ ഉപയോഗിക്കുന്നത്, ഇത് നല്ല റൂട്ടിൽ കൂടെയാണോ പോകുന്നത്? അപ്പോഴാണ് ബഹുമാനപ്പെട്ട സമ്പത്ത് MP-യുടെ നിയമനം, മറ്റു ഉപദേശി കൂട്ടങ്ങളുടെ നിയമനം, ഹെലികോപ്റ്റർ വിവാദം വരുന്നത്. അപ്പോൾ ഹെഡ് വേറെയാണെന്ന് ഒരു പക്ഷേ ധനമന്ത്രി വാദിക്കുമായിരിക്കും. എങ്കിലും ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞ പോലെ പ്രിവിലേജ്ഡ് ക്ലാസ് ആണ് അധ്യാപകർ. എന്നാൽ പോലും അധ്യാപകർക്ക് ആശങ്ക ഉണ്ടാകാൻ പാടില്ലേ സാർ? ഞങ്ങൾ കൊടുക്കുന്ന പൈസ കൃത്യമായി അവിടെ എത്തുന്നുണ്ടോ എന്നൊരു ആശങ്ക ഉണ്ടാവില്ലേ? ആ ഒരു ആശങ്കയായിരിക്കാം ഒരുപക്ഷെ KPSTA കൂടെ ഇന്ന് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഇറങ്ങിയത്. ഞാൻ ഇപ്പോഴും പറയുന്നു, KPSTA സർക്കാരിനോട് സഹകരിക്കില്ലെന്നോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ചോദിച്ചതുപോലെ ശമ്പളം കൊടുക്കില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെ പോലും കോൺഫിഡൻസിലേക്ക് എടുക്കാതെ ഒരു തൊഴിലാളി വിരുദ്ധമായ ഏകപക്ഷീയമായ ഒരു ഓർഡർ ഇറക്കിയുള്ള പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ കോവിഡ് പ്രതിരോധത്തിനും ബാക്കി കാര്യങ്ങൾക്കും ഈ സംഘടനകളും ഒപ്പം സർക്കാരിനോടൊപ്പം ഉണ്ടാവും. പക്ഷേ ആശങ്കകൾ അകറ്റേണ്ടത് സർക്കാരിൻ്റെയും ധനകാര്യമന്ത്രിയുടെയും ഉത്തരവാദിത്തമാണ്. താങ്ക് യു ഡോക്ടർ പ്രവീൺ. ശ്രീ CP ജോൺ, ഞാൻ മന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് കരുതിയാണ് താങ്കളിലേക്ക് വരുന്നത്. ശ്രീ CP ജോൺ, നമുക്കിനി ഒരു 3-3.5 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ ഈ ചർച്ച അവസാനിപ്പിക്കാൻ. താങ്കൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നടന്നു നിൽക്കുമ്പോൾ എത്ര മിനിറ്റ് വേണം? 1 മിനിറ്റ്. 1 മിനിറ്റ് അല്ലേ CP ജോൺ വേണ്ടത്? 1 മിനിറ്റ് 30 സെക്കൻഡ് അല്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. താങ്കൾ 1.5 മിനിറ്റ് എടുത്തോളൂ. ഒന്ന് ഒരു മോഡൽ എംപ്ലോയറായി തുടരണം എന്ന നയം ഇടതുപക്ഷ മുന്നണിക്കുണ്ടോ? ഗവൺമെൻറ് ഒരു മോഡൽ എംപ്ലോയർ ആണോ? ആ കോൺസെപ്റ്റ് ഉണ്ടോ? അതോ ഈ ഗവൺമെൻറ്റിലെ ജീവനക്കാരൊക്കെ പ്രിവിലേജ് ക്ലാസ് ആണ്, അവരെ പിടിക്കണം, അവരെല്ലാം പെറ്റി ബൂർഷയാണ് അല്ലെങ്കിൽ ബൂർഷയുടെ അടുത്തേക്കെത്തി എന്നൊക്കെയുള്ള ഒരു പഴഞ്ചൻ സമീപനമാണോ ഉള്ളത്? നമ്പർ 1. അതുകൊണ്ട് ആ പ്രിവിലേജ് ക്ലാസ് എന്നുള്ള ആ പ്രഖ്യാപനം പിൻവലിക്കണം. അവർ ജീവനക്കാരാണ്, തൊഴിലാളികളാണ്. ഇവിടെ ഗവൺമെൻറ് 2400 കോടി അല്ലെങ്കിൽ പോട്ടെ 3000 കോടി എല്ലാം കൂടെ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ സംഘടിതമായ പ്രൈവറ്റ് സെക്ടർ, ആ സംഘടിതമായ പ്രൈവറ്റ് സെക്ടറിൻ്റെ എംപ്ലോയർമാരുമായിട്ട് ഗവൺമെൻറ് സംസാരിച്ചോ? ആ സംസാരിക്കുന്ന സമയത്ത് അവർ എത്ര കോടി പിടിക്കാൻ പോകുന്നു? അവർ പിടിക്കാൻ പോകുന്ന തുക ശരിക്കും പിടിച്ചാൽ, ഒരു മാസത്തെ ശമ്പളം പിടിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഇക്കോണമിയുടെ സ്ഥിതി? ഇത് രണ്ടും തമ്മിലൊരു തുലനം ചെയ്തുകൊണ്ട് എത്ര രൂപ മാർക്കറ്റിലേക്ക് എത്തണം എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയോ? CIT ആയിട്ട് മതി. അല്ലെ INTUCയോട് നിങ്ങൾ ചോദിക്കേണ്ട, CIT പറയട്ടെ ഇവിടെയുള്ള എല്ലാ ജീവനക്കാരുടെയും XYZ എന്ന് പറയുന്ന കമ്പനികളുടെ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാം. ഞാൻ നോക്കുമ്പോൾ വലിയ ശമ്പളമൊന്നും ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ഇപ്പോഴേ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായത്. ഒരു 100 കമ്പനിയുടെ ശമ്പളേ ഗവൺമെൻറ് കൊടുക്കുന്നുള്ളൂ. ആ എംപ്ലോയർമാരോട് എന്ത് പറയും? അപ്പം മോഡൽ എംപ്ലോയർ എന്ന റെസ്പോൺസിബിലിറ്റി അത് മറക്കരുത് ഗവൺമെൻറ്. ഓക്കെ, ബഹുമാനപ്പെട്ട ധനമന്ത്രി, നമുക്ക് അവസാനിപ്പിക്കാനുണ്ട്. അപ്പോൾ താങ്കളുടെ സംക്ഷിപ്തമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു.
കേരള സർക്കാർ മോഡൽ എംപ്ലോയർ തന്നെയായിരിക്കും ജോൺ. അതുകൊണ്ടാണ് സാലറി കട്ട് ഒരിക്കലും പോലും ചിന്തിക്കാത്തത്. അതിന് പകരം ചലഞ്ചിന് തയ്യാറില്ല എന്നുണ്ടെങ്കിൽ ശരി ഡെഫർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്ക് അതിൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്നൊരു 6 മാസത്തിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമാവും. അപ്പോൾ എങ്ങനെ എന്ന് കൊടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. കേരള സർക്കാർ ആ അർത്ഥത്തിൽ ഒരു സംശയം വേണ്ട മോഡൽ എംപ്ലോയർ തന്നെയാണ്. ഇവിടെ ജീവനക്കാരൊന്നും പ്രിവിലേജ് ക്ലാസ് ആണെന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അത് ആ വാക്ക് ഞാനാണ് ഉപയോഗിച്ചത്. ആ വാക്ക് അങ്ങ് ഉപയോഗിച്ചിട്ടില്ല, വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പ്രിവിലേജ് അതിന്റെ മിനിമം അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം കൃത്യമായി 1-ാം തീയതി ശമ്പളം കിട്ടുന്നു എന്ന് പറയാം, ദാറ്റ് ഇസ് എ പ്രിവിലേജ്. അത് വളരെ നല്ല കാര്യത്തിലുള്ള ഒരു പ്രിവിലേജ് ആണല്ലോ. അതില്ലാത്ത അൺപ്രിവിലേജ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞത് ഈ ശമ്പളം കിട്ടുന്ന ഒരു കാര്യത്തോട് പ്രതികരിച്ചോട്ടെ. പറഞ്ഞോളൂ മിനിസ്റ്റർ. ഈ ജോൺ പറഞ്ഞ ഒരു കാര്യത്തോട് പ്രതികരിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സേവനം നമ്മൾ വലിയ കേരളം മുഴുവൻ ആദരവോട് കാണുന്നതാണ് ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ പോലീസുകാർ, ഇവരൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ശമ്പളമൊന്നും കട്ട് ചെയ്യുന്നില്ല, മാറ്റിവെപ്പ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഒരിക്കൽ ഒരിടത്ത് ഇളവ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് നിൽക്കുമോ? പഞ്ചായത്തിലെ ജീവനക്കാരില്ലേ, സിവിൽ സപ്ലൈസിലെ ജീവനക്കാരില്ലേ, അപ്പോൾ പിന്നെ റവന്യൂ ആയില്ലേ. അപ്പം അതുകൊണ്ട് ഇവരാദരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇവിടെ ശമ്പളമൊന്നും കട്ട് ചെയ്യുന്നില്ലല്ലോ, വേറെ എന്തെല്ലാം കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, വേറെ എന്തെല്ലാം സുരക്ഷത അവർക്ക് ഉറപ്പുവരുത്തി കൊടുക്കാൻ പറ്റും. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അത് ഉണ്ടാവും. CP, ഇനി നമുക്ക് സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. CP ക്ഷമിക്കുക. ഇനി ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, CMB നേതാവ് CP ജോൺ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ N അജിത് കുമാർ, BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ പ്രവീൺ സാകല്യ, നിങ്ങൾക്കേവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി എൻകൗണ്ടർ ഇനി നാളെ രാത്രി 8 മണിക്ക്. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ. ഗുഡ് ബൈ.